സഹോദരങ്ങളെ, ഇമാം മഹ്ദിയുടെ റളിയല്ലാഹു അൻഹു ആഗമനം എന്നതാണ് വിഷയം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. ആളുകൾക്കൊക്കെ വലിയ പ്രതീക്ഷയുമായിരുന്നു. പലരും എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചിരുന്നു, മഹ്ദി എന്ന ചർച്ച എന്നായിരിക്കും ഇങ്ങനെ ചോദിച്ചിരുന്നു. പലരും വിളിച്ചു ചോദിച്ചിരുന്നു. ഏറെ പ്രതീക്ഷയുള്ളതും എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇത് കഴിയുമ്പോഴത്തേനും മനസ്സിലേക്കൊരു റാഹത്ത്, ഒരു സന്തോഷം അള്ളാഹു നമുക്ക് നൽകട്ടെ, തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിലുള്ള ഒരു പഠനം നടത്തിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ ഒരു പ്രതീക്ഷ വരാൻ പോകുന്നുണ്ട്. എന്നും ഈ ഇരുട്ടിൻ്റെ കരിമ്പടമാകുമെന്നൊന്നും ധരിക്കരുത്. രാത്രിയായാൽ ധരിക്കേണ്ടതാണ്, ഉറപ്പിക്കേണ്ടതാണ്, പകലുണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെയല്ല ആണല്ലോ ഖുർആൻ പറഞ്ഞത്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. എന്തൊരു വാക്കാണതൊക്കെ, എന്തൊരു പ്രയോഗമാണത്. ഞാൻ പലപ്പോഴായി ഈ ക്ലാസ് നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിന് അങ്ങോട്ട് പോവാത്ത ഒരാശയാണ്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. കടന്നു പോകുന്ന നക്ഷത്രങ്ങൾ, മഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ, കരിമ്പടം മടക്കിപ്പോകുന്ന രാത്രിയും, അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞത് വസ്സുബ്ഹി ഇദാ തനഫസ്, ശ്വാസം വിട്ട് ഇങ്ങനെ പുറത്തു വരുന്ന പ്രഭാതവും. പ്രഭാതം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇത് ഞാനൊരു മാന്യനായ ദൂതൻ വഴി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നും ഇരുട്ടാകുമെന്നൊന്നും ധരിക്കരുത്, അങ്ങനെ ഉണ്ടാവില്ല. തീർച്ചയായും വെളിച്ചം നമ്മെ കാട്ടി നിൽക്കുകയാണ്. അമേരിക്ക അതിൻ്റെ തകർച്ചയുടെ അവസാനത്തെ ഘട്ടത്തിലാണെന്നാണ് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നത്. ഇല്ലെങ്കിൽ ഉത്തര കൊറിയക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയില്ല. എൻ്റെ വല്യപ്പ എനിക്ക് പഴയ കാലത്ത് ചുങ്കം പിരിച്ച ഒരു ആളുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ചുങ്കം പിരിക്കുന്നിടത്ത് ഒരാളുണ്ടായിരുന്നു അത്രേ. ആ കഥ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കയറാം. എൻ്റെ വല്യപ്പ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയാണ്. ഈ ചുങ്കം പിരിക്കുന്നിടത്ത് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ചുങ്കം കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാളിങ്ങനെ മണ്ണിലിരിക്കായിരിക്കും ചെയ്യുക. ചുങ്കം പിരിക്കുന്ന ഒരാളുണ്ട്, അടുത്ത ഒരു ചട്ടമ്പി പോലെ ഒരാളിങ്ങനെ മീശയൊക്കെ തൂക്കിയിട്ട് ഒരാളുണ്ട്. ചുങ്കം കൊടുക്കാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തും. ഞാനിവിടെ നിന്നാണ് എണീറ്റാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. ഇത് പേടിച്ചിട്ട് ഇങ്ങനെ ചുങ്കം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കുറേ കാലം അങ്ങനെ ഈ എണീറ്റാൽ എന്ന് പറഞ്ഞാൽ എണീറ്റാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ എല്ലാവരും ചുങ്കം കൊടുത്ത് അങ്ങനെ പോയി. കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ കടവിലേക്ക് വന്നത് ഒരു ചൂടനാണ്. ഇയാൾ ചുങ്കം കൊടുത്തില്ല. അപ്പോഴും ഇമ്പം പറഞ്ഞു ഞാനിവിടെ നിന്നാണ് എണീറ്റാൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നാ ഇയാൾ ഇവിടെ നിന്നാണ് എണീക്ക്. അപ്പം ഇയാൾ എണീക്കണില്ല. എന്തുകൊണ്ട്? ഇയാൾക്ക് കാലില്ല. അങ്ങനെയാണ് ഈ സാധുക്കളായ ഇറാഖികളെ മേലെന്തെങ്കിലും ചെയ്യാന്നല്ലാതെ കഴിയില്ല. കാല് പോയ ചട്ടമ്പിയാണ് അമേരിക്ക എന്ന സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ആരംഭിക്കുന്നത്. ഒരിക്കലും ഇതൊന്നും നടക്കില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكننهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني ولا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. الله പറയുകയാണ് وعد الله الذين آمنوا വിശ്വാസികൾക്ക് അല്ലാഹു ഇതാ വാഗ്ദത്തം തരുന്നു. എന്താണ് വാഗ്ദത്തം തരുന്നത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ തീർച്ചയായും അവരെ നാം നേതാക്കളാക്കുമെന്ന്.
ഏതൊരു മുൻഗാമിക്കും പിൻഗാമികൾക്ക് മുൻഗാമികളെ പോലെ അവർ അവരുടെ വഴിയിൽ വരുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നേതാക്കളാക്കും എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഈമാൻ പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. ഈമാനിലേക്ക് മുസ്ലിമീങ്ങൾ മടങ്ങി വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് എളുപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലാഹു നമ്മുടെ നാവിന് കരുത്തു നൽകട്ടെ. അല്ലാഹു സത്യവിശ്വാസികൾക്ക് ഇതാ വാഗ്ദത്തം നൽകുകയാണ്. എന്താ വാഗ്ദത്തം? അല്ലാഹുവിന്റെ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്നഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. എന്താ അല്ലാഹുവിന്റെ വാഗ്ദത്തം? ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും, ഭൂമിയിൽ അവരെ നേതാക്കളാക്കുക തന്നെ ചെയ്യും. ഖിലാഫത്ത് അവർക്ക് മടക്കി തരുക തന്നെ ചെയ്യും. തീർച്ചയായും തരും. ഉറപ്പ്. ഭൂമിയുടെ ചുക്കാൻ മുസ്ലിമീങ്ങൾ പിടിക്കാതെ ആകാശം ഭൂമിയോട് ഒട്ടുകയില്ല. അല്ലാഹുവാണേ സത്യം. ഒരിക്കലും ആരും സംശയിക്കേണ്ടതില്ല. ഇപ്പോൾ പകലാണെന്നതുപോലെ ആ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയുകയാണ്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഭൂമിയുടെ ചുക്കാൻ മുസ്ലിമീങ്ങൾ പിടിക്കാതെ ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതീക്ഷിക്കുന്നവരിലെങ്കിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അവർക്ക് കരിഞ്ഞു തൃപ്തിപ്പെട്ടു നൽകിയ മതത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഭയപ്പാടിന് ശേഷം നിർഭയത്തിന്റെ ഒരു കാലഘട്ടം അല്ലാഹു അവർക്ക് നൽകും. അല്ലാഹു നമുക്ക് നൽകട്ടെ. സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു വിഷയമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ അല്ലാഹുവിൻ്റെ വഅദാണ് അങ്ങനെ ഒരു കാലഘട്ടം. അത് കേവലമുള്ള ഒരു പ്രതീക്ഷയല്ല. അത് നടക്കും. അത് നടന്നിരിക്കും. തീർച്ചയായും നടക്കും. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് സത്യമാണെങ്കിൽ ഈ ഭൂമി മുസ്ലിമീങ്ങൾ കൈവശപ്പെടുത്തും എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഖുർആനിൽ വിശ്വസിക്കുന്നവർ ഇത് വിശ്വസിക്കണമെന്നത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. 6 സ്ഥലങ്ങളിൽ ഈ വചനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് തൗബയിലുണ്ട്, ഇത് ഫത്ഹിലുണ്ട്, ഇത് സഫിലുണ്ട്, ഇത് അൽ ബഖറയിലുണ്ട്, ഇത് മായിദയിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വശം അല്ലാഹു ഒരു മതം കൊടുത്തയച്ചിട്ടുണ്ട്. ആ മതത്തെ അല്ലാഹു തആല മറ്റു മതങ്ങളെക്കാൾ ഉയർത്തി കാണിക്കും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് മുഹമ്മദ് നബിയുടെ സമയത്ത് മാത്രമല്ലേ എന്നൊരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചക്ക് മറുപടി പറഞ്ഞ് എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് സമ്പൂർണമായി ആഗോളതലത്തിലെ ഇസ്ലാമിക ഭരണം ഉണ്ടാവുക എന്ന കാലം ഖിയാമുൽ മഹ്ദി, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാകലാണ് എന്ന്. അന്ന് മാനം കുത്തിയ വളപ്പ് മുഴുവനും ഒരു ഭരണത്തിന്റെ കീഴിലായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. ഇമാം ഹാഫിദ് ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നുണ്ട്. ഇമാം ഖുർത്തുബി മായിദയുടെ 33-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അൽ ഖിസ്യു ലിൽ കുഫാരി ഫിദ് ദുനിയ.
സത്യനിഷേധികൾക്ക് ഏറ്റവും വലിയ നിന്യത ഈ ഭൂമിയിൽ ഉണ്ടായിത്തീരും. അത് ആ സമയം എന്ന് പറയുന്നത് ഖിയാമുൽ മഹ്ദി, മഹ്ദി റളിയല്ലാഹു അൻഹു അന്ത്യനാളിൽ വരുന്ന സമയമാണ്. വഫതഹ് റോമിയ, റോം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കലാണ്. വഖസ്തന്തിനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും, റോം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും. വഗൈരിഹി മിൻ മുദനിൽ കുഫാർ, സത്യനിഷേധികളുടെ മുഴുവനും പട്ടണങ്ങൾ മുസ്ലിം ഉമ്മത്ത് അന്ന് പിടിച്ചടക്കും എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. എൻ്റെ വകയല്ല, ഖുർആൻ ഓതിയിട്ട് എൻ്റെ വക ഞാൻ പറയില്ല. വളരെ ചിന്തിക്കണം, ഞാൻ തമാശ പറയുകയല്ല. ഈ ആയത്തിനെയും ഇത്തരം ഹദീസുകളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീറുൽ കബീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, മഹാനായ തഫ്സീർ ഇബ്നു കസീറിൽ മഹാനായ തഫ്സീർ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, എന്തിനെ ജാമി അഹ്കാമിൽ ഖുർആനിൽ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മറ്റും കശാഫിലെല്ലാം എല്ലായിടത്തും ഈ വിഷയം പറയുന്നുണ്ട്. അൽ ഖിസ്യു ലിൽ കുഫാരി, അന്ത്യനാളിൽ സത്യനിഷേധികൾക്ക് ഏറ്റവും വലിയ നാശം വരും. അത് ഖിയാമുൽ മഹ്ദി, മഹ്ദി രംഗത്ത് വരലാണ്. വഫതഹ് റോം, റോം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും. വഖസ്തന്തിനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അത് വ്യാമോഹമല്ല, മുഹമ്മദ് നബിയോ വെറുതെ പറയുന്ന ആളല്ല. മുഹമ്മദ് നബി ഹുമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, തനിക്ക് തോന്നിയതുപോലെ പറയുന്നവനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരാം. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഒരു സന്തോഷ വാർത്ത കേട്ടതല്ലേ, അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني. ഇത് റമളാന്റെ അവസാന ഭാഗമാണ് ഈ ദിക്ർ എന്ന ഒരു ധാരണ ചില ആളുകൾക്കുണ്ട്. അത് ശരിയല്ല. റമളാനിലെ അവസാനത്തെ 10 21 മുതൽ 30 വരെ ഈ ദിക്ർ സുന്നത്താണ്. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞത് ഫൽതമിസുൽ ഖദ്റ ഫിൽ അശ്രിൽ അവാഖിരി, അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്നാണ്. നമ്മൾക്ക് ധാരണ ഉണ്ട് 27 മുതലേ നമ്മൾ ഈ ദിക്ർ തുടങ്ങുള്ളൂ. ഏത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. മൊത്തം അവസാനത്തെ 10 സമയമുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചത് ഫമാനസ്അലു റബ്ബന ഫമാനസ്അലു ഫീ റബ്ബന, ആ സമയങ്ങളിൽ ഞങ്ങൾ അല്ലാഹുവിനോട് എന്ത് ചോദിക്കും? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, റമളാനിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത് ഒരു പൊതുമാപ്പാണ്. ഏതൊരു രാജാവിനും ആ രാജാവ് തൻ്റെ പ്രജകൾക്ക് പൊതുമാപ്പ് നൽകുന്ന ഒരു സീസൺ ഉണ്ട്. ഏറ്റവും വലിയ മഹാരാജാവ് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ പൊതുമാപ്പിൻ്റെ സീസണാണ് അവസാനത്തെ 10. അതുകൊണ്ട് ഫസ്അലു ഫീഹിൽ അഫ്വ, അവസാനത്തെ 10 നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കൂ. അള്ളാഹു ഒരു കൊല്ലത്തിലെ 360 ചില്ലാനം ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ പൊതുമാപ്പിൻ്റെ സീസൺ അവസാനത്തെ റമളാനിലെ 10 മുഹമ്മദ് നബി. അതാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി اللهم إنك عفو تحب العفو فاعف عني اللهم. എന്നാൽ ഈ സാഹചര്യം വരുന്നതിന് മുമ്പ് വേറെ ചില വിഷമകരമായ കാര്യങ്ങളെ നാം അഭിമുഖീകരിക്കണം. അത് പറയുമ്പോഴാണ് കുറച്ച് വിഷമമുള്ളത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണല്ലോ. ഒരു കുഞ്ഞിനെ ലഭിക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ പ്രസവവേദന എന്നൊരു പെണ്ണ് അനുഭവിച്ചാലേ ഒരു ജീവൻ സ്പന്ദനം അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ആ സന്തോഷത്തിന് മുമ്പ് ചില വിഷമങ്ങളൊക്കെ അനുഭവിക്കണം. ഇത് പറയാൻ ഈ കാസറ്റ് കേൾക്കാനിടയുള്ള ഏതെങ്കിലും അന്യസമൂഹങ്ങൾ മുസ്ലിമീങ്ങൾ ലോകത്തെ അധർമ്മത്തിലൂടെ പിടിച്ചടക്കും എന്ന്
വിചാരിക്കരുത്. അതതിൻ്റെ സ്വാഭാവികമായ ശൈലിയിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുന്നിൽ ധാർമ്മികമായ ഭരണം നിലവിൽ വരും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഏതെങ്കിലും ഒരാളുടെ ഒരു ചീൾ പോലും മുസ്ലിമീങ്ങൾ അന്യായമായി എടുക്കുകയില്ല. അങ്ങനെയാണല്ലോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹ്ശറ തുടങ്ങിയാൽ അള്ളാഹു ആദ്യം പറയുന്നത് എനിക്ക് സ്വർഗ്ഗക്കാരോടാണ് പറയാനുള്ളത്. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമദ്ലമ. നരകക്കാരായ ആരെങ്കിലും ഉപദ്രവിച്ച സ്വർഗ്ഗക്കാരുണ്ടെങ്കിൽ അവരെ ഞാൻ സ്വർഗ്ഗത്തിൽ പോകാൻ സമ്മതിക്കില്ലെന്ന് അള്ളാഹു വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് നബി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സമൂഹത്തെ അന്യായമായി തോണ്ടുന്നതിന് പോലും മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്തതാണ്. അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. എന്തിന് നമസ്കാരത്തിന്റെ ചിഹ്നം പോലും അതല്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, നമസ്കാരത്തിലെ ഓരോ സമയങ്ങളിലും അല്ലാഹു അക്ബർ എന്ന് പറയും. എന്നാ പിരിയാൻ നേരത്തോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ അതിന്റെ സന്ദേശം? ഈ ഭാഗത്തും ആളുണ്ടായാലും ആളുണ്ടായില്ലെങ്കിലും ലോകത്തോടാണ് പറയുന്നത്. വലഭാഗത്തെയും ഇടഭാഗത്തെയും ലോകത്തോട് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് നിങ്ങൾ അക്രമം പ്രതീക്ഷിക്കരുത്. ഞങ്ങളിൽ നിന്നുണ്ടാവുന്നത് തീർച്ചയായും സമാധാനം മാത്രമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സർവലോക മനുഷ്യർക്കുമാണ് വിശ്വാസി നമസ്കാരത്തിൽ നിന്ന് സലാം പറയുന്നത്. എത്ര വലിയ ഒരു പാഠാണത് എന്ന് ചിന്തിച്ചു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അത് വല്ലാത്ത ഒരു സന്ദേശമാണ്. ഈ വിശ്വത്തിനാകമാനം സമാധാനത്തിന്റെ സന്ദേശം പറയുകയാണ് മുസ്ലിം ഉമ്മത്ത്. അപ്പോൾ ഒരിക്കലും മുസ്ലിമീങ്ങൾ മറ്റൊരാളിൽ കൈയിട്ട് കയറും എന്ന് ധരിക്കരുത്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫിത്നതു മിൻ ഖിബലിൽ മശ്രിഖി. കിഴക്ക് ഭാഗത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കിഴക്ക് അഥവാ ഇറാഖ്, അതേപോലെ തന്നെ മധ്യേഷ്യയുടെ പല ഭാഗങ്ങൾ, മദീനയുടെ ഏകദേശം തുർക്കി, ഇങ്ങനെ വരുന്ന ഒരുപാട് ഭാഗങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഫിത്നതു മിൻ ഖിബലിൽ. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു ഹദീസ് പറയാം. അന്നാഫിഇൻ ഖാല ഖാല റസൂലുള്ളാഹി അലാ ഇന്നൽ ഫിത്നത ഹാഹുനാ മിൻ ഹൈസു യത്ലഉ ഖർനു ശൈത്താൻ. പിശാചിന്റെ കൊമ്പ് അവിടെ ഉദയം ചെയ്യും. പിശാച് എന്നതുകൊണ്ട് എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതെല്ലാം. പിശാച് എന്ന് പറയുമ്പോൾ കേവലം നിങ്ങൾ കൊമ്പുള്ള പിശാചാണെന്ന് വിചാരിക്കേണ്ട. എല്ലാം വകദാലിക ജഅൽനാകും വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന്. അങ്ങനെയാ പറഞ്ഞത് സൂറത്തുൽ അംബിയ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന്. മനുഷ്യ പിശാചുക്കളും ജിന്നു പിശാചുക്കളും എന്നും ധർമ്മത്തിന്റെ വാഹകർക്കുള്ള ശത്രുക്കളാകുന്നു. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന്. അങ്ങനെ പറഞ്ഞു. ഈ ആയത്ത് കേട്ടപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് ചോദിച്ചു, അമിനൽ ഇൻസി ശൈത്താനുൻ യാ റസൂലല്ലാഹ്. നബിയെ, മനുഷ്യന്മാരെ കൂട്ടത്തിലും ശൈത്താനുണ്ടോ എന്ന്. അപ്പോൾ ഖാല നഅം. ആളുകളെ ഉപദ്രവിക്കുന്ന, അകാരണമായി ദ്രോഹിക്കുന്നവനെല്ലാം ശൈത്താനാണ്. വഹുവ അശറു മിൻ ശൈത്താനിൽ ജിന്നി. അവൻ ജിന്ന് ശൈത്താനേക്കാൾ അപകടകാരിയാണ്. അതാരുമാവാം. ചിലപ്പോൾ ജോർജ് ബുഷ് ആവാം. അങ്ങനെയാണ്. ഓക്കെ, എവരെയാവാം. ജോർജ് ബുഷ് എന്ന് പറയുമ്പോൾ മാത്രം ഇരിക്കണ്ട, ഞാനും ഒരുപക്ഷെ ആവാം, നമ്മൾ ഓരോരുത്തരും ആവാം. മനുഷ്യനെ ഉപദ്രവിക്കുന്നവരെല്ലാം സ്വയം തന്നെ ചിന്തിക്കുക. എല്ലാവരും വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന്. മനുഷ്യ പിശാചുക്കളും ജിന്ന് പിശാചുക്കളും എന്നാ പറഞ്ഞു. ഇത് പറഞ്ഞിട്ടാണല്ലോ ഖുർആൻ പിരിഞ്ഞു പോയാലും. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യ പിശാചുക്കളും ജിന്ന് പിശാചുക്കളും
ഭൂമിയെ നാശം വരുത്തും. അവരെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ് പിരിയുന്നത്. അൻ സാലിം ഇബ്നു ഉമറ ഖാല ഖാല റസൂലുള്ളാഹി ഹബീബ റസൂലുള്ളാഹി ഇന്നൽ ഫിത്നത കുഴപ്പങ്ങൾ തജീഉ മിൻഹാ ഹുനാ അശാറ റസൂലുള്ളാഹി ഖിബലൽ മശ്രിഖി കിഴക്ക് ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യത്ലുഉ ഖർനു ശൈത്താൻ അവിടെ പിശാചിന്റെ കൊമ്പ് ഉത്ഭവിക്കും. വഅൻതും തളരിബൂന റിഖാബ വഅൻതും തളരിബൂന വഅൻതും യളരിബു ബഅലുകും റിഖാബ ബഅലിൻ ഈ കിഴക്ക് ഭാഗത്ത് നിങ്ങൾ പരസ്പരം വെട്ടിമരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് അവിടെ കൊമ്പ് വന്ന് കുഴിച്ചിടും. അത് കാരണമായി മുസ്ലിമീങ്ങൾ തമ്മിൽ വെട്ടും. കണ്ടല്ലോ നിങ്ങൾ, അഫ്ഗാനൊക്കെ ആ കൂട്ടത്തിൽ പെടും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കണ്ടില്ലേ, പൊട്ടിക്കരഞ്ഞില്ലേ നമ്മളൊക്കെ? മുസ്ലിമീങ്ങൾ പരസ്പരം വാളെടുത്ത് പരസ്പരം വാളെടുത്ത് കൊന്ന ചരിത്രം കണ്ട ഏറ്റവും വേദനാജനകമായ സന്ദർഭം അഫ്ഗാനിലും മറ്റും നമ്മൾ കാണുകയുണ്ടായി. അഫ്ഗാനിൽ മാത്രമല്ല, എവിടെയും കുവൈത്തിലും ഇറാഖിലുമൊക്കെ ഇന്ന് നടക്കുന്നത് ഒരു വലിയ വിഭാഗം ആളുകൾ സാമ്രാജ്യത്വവാദികളുടെ പണിയാളുകളാവുകയും എന്നിട്ട് അടിസ്ഥാനപരമായ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്താൻ അവർ വ്യഗ്രത കാണിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും വലിയ നാശം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കിൽ നിങ്ങൾ പരസ്പരം വെട്ടിമരിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് കാണാം. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെ ഒരു നവസംസ്കാരം രൂപപ്പെട്ടു വരും. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേലിലേക്കാണ് സൂചന. അത് ഖറാബു യസ്രിബ, മദീനയുടെ തകർച്ചയാകുന്നു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടനുഭവിക്കാണ്. ആ മനുഷ്യന്മാർ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ മനുഷ്യന്മാർക്ക് അത് ആ വാക്കിനപ്പുറം അവരുടെ ഉൾക്കണ്ണുകൊണ്ടല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഉൾക്കണ്ണില്ലെങ്കിലും കണ്ണുകൊണ്ട് കാണാം. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു നവസംസ്കാരം രൂപപ്പെട്ടു വരും, ഒരു നവഭരണകൂടം രൂപപ്പെട്ടു വരും. ഇമ്രാൻ എന്നാൽ നാഗരികത, കേവലമുള്ള ഒരു മാനുഷിക കൾച്ചറല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, പകരം ഒരു തരം നാഗരികത. ഇപ്പൊ ഇമാരത്ത് എന്ന കെട്ടിടം ഉണ്ടാക്കലിനാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പറഞ്ഞത്? ഇമാരത്ത് എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറഞ്ഞ മാനവ സംസ്കാരത്തിന് സഖാഫത്ത് എന്നാ പറയാ, അല്ലാതെ എന്തല്ല ഇമാരത്ത് ഇമ്രാൻ എന്നല്ല പറയാ. ഇത് നാഗരികതയാ. ഒരു പുതിയ നാഗരികത വളർന്നു വരും. എവിടെ? മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു പുതിയ നാഗരികത വളർന്നു വരും. അഥവാ ഇന്നത്തെ ആധുനിക ഇസ്രായേൽ. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്. സ്വഹീഹുൽ ബുഖാരി. ചിന്തിക്ക് മനുഷ്യന്മാരെ, ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നമുക്കറിയാലോ, ഇത് കണ്ണുകൊണ്ട് നമ്മൾ കാണല്ലേ. 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരി ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ്, മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു നവ നാഗരികത വളർന്നു വരും. അത് ഖറാബു യസ്രിബ, അതോടുകൂടെ മദീന തകരാൻ തുടങ്ങുന്നതാണ് എന്ന്. ഖറാബു യസ്രിബ, മദീന തകരുക എന്നുള്ളത് ഖുറൂജുൽ മൽഹമ, രക്തച്ചൊരിച്ചുകളുടെ തുടക്കമാകുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? എണ്ണി ഇങ്ങനെ പറയാം. ഖറാബു യസ്രിബ, മദീന തകരുക എന്നുള്ളത് ഖുറൂജുൽ മൽഹമ, വിപ്ലവങ്ങളുടെയും രക്തച്ചൊരിച്ചുകളുടെയും ഘട്ടം തുടങ്ങുകയാണ്. ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടെ നമ്മളത് കണ്ടിട്ടുണ്ട്. മദീനയുടെ ഒരു തരത്തിലുള്ള തകർച്ച. മദീന തകരുക എന്ന് പറഞ്ഞാല് മദീന ആധിപത്യം മറ്റുള്ളവർക്ക്, സത്യത്തിൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഈ നിഴലുകളായ ചെങ്കോലുകളുണ്ട് എങ്കിലും അടിസ്ഥാനത്തിൽ ഭരണകൂടത്തെ മറ്റൊരു ശക്തി നിയന്ത്രിക്കുക. അതാണ് ഖറാബ് യസ്രിബ. മദീന തകരാൻ തുടങ്ങും. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ്, മുഖദ്ദസിന്റെ പരിസരത്ത് നവനാഗരികത വളർന്നു വരുന്നതോടുകൂടെ ഖറാബ് യസ്രിബ, മദീന തകരാൻ തുടങ്ങും.
മദീന തകരാൻ തുടങ്ങുന്നതോ ഖുറൂജുൽ മൽഹമ, വിപ്ലവങ്ങളും യുദ്ധങ്ങളും പൊട്ടിപ്പുറപ്പെടുകയാണ്. പിന്നെ യുദ്ധങ്ങളുടെയും വിപ്ലവങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും സമയമാകുന്നു. അതും പിന്നെ എന്നും രക്തച്ചൊരിച്ചിലാവണം എന്ന് വിചാരിക്കേണ്ട. അവസാനം ഒരു രക്തച്ചൊരിച്ചിൽ വരും. ഖുറൂജുൽ മൽഹമ, രക്തച്ചൊരിച്ചിലുകളുടെ അവസാനമാകട്ടെ ഫത്ഹു ഖസ്തന്റീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ മൈക്കൽ ലേശം കൂടി ഒച്ച ഉയർത്തിക്കോ, എനിക്കൊച്ചുണ്ടെന്നുള്ള സ്വാഭാവികമാണ്. ഒന്ന് ചേർത്തി അങ്ങനെയാ പറഞ്ഞത്. ഖുറൂജുൽ മൽഹമ, വിപ്ലവങ്ങൾ രംഗത്ത് വരിക എന്നുള്ളത് ഫത്ഹു ഖസ്തന്റീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നതിലേ കലാശിക്കുകയുള്ളൂ. അഥവാ മനസ്സിലാവണില്ല നിങ്ങൾക്ക്? മദീന തകർന്ന് ഇങ്ങനെ വരും. ആ തകർച്ചയിൽ നിന്ന് പിന്നെ ഒരു നവോത്ഥാന നായകൻ മദീന വഴി വരും. അതാ ഞാൻ പിന്നെ പറയുന്ന മദീന വഴിയാണ് വരിക. മദീനനെ വരൂ. എന്തുകൊണ്ട്? ഇന്നലീമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ഹുജ്റതിഹാ. സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോമം എണീറ്റെന്ന് പോവും റൗളയുടെ മുന്നിൽ നിൽക്കുമ്പോൾ. മദീനയിൽ ആ റൗളയുടെ മുന്നിലുണ്ട് ഒരു പച്ച തളികയിലെ സ്വർണ്ണ ലിപിയിൽ ഈ ഹദീസ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കരയാൻ തോന്നി ആ ഹദീസ് കണ്ടപ്പോൾ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഒന്നും കൂടെ നോക്കി, വല്ലാത്തൊരു സന്തോഷം. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ഹുജ്റതിഹാ. മുഹമ്മദ് നബിയുടെ വഴി മാത്രമേ മുസ്ലിം ലോകത്ത് നവോത്ഥാനം ഉണ്ടാവുകയുള്ളൂ. മുഹമ്മദ് നബിയെ വഴി ഉണ്ടാവും. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, ഒരു കാലത്ത് മദീനയിലേക്ക് ഈമാൻ അഭയം തേടി വരും. കമാ തരിസുൽ ഹയ്യതു ഇലാ ഹുജ്റതിഹാ, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് വരുന്ന പോലെ ഈമാൻ മദീനയിലേക്ക് വരുമെന്ന് മുഹമ്മദ് നബി. ഇത് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൗളയുടെ മുന്നിൽ ഇപ്പോഴും ഒരു പച്ചത്തളികയിൽ സ്വർണ്ണ ഉല്ലേഖനം ചെയ്യപ്പെട്ട് സ്വർണ്ണലിപിയിൽ മനോഹരമായി കളറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ പോയി കാണാൻ ഇനിയും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ പോയി കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുറൂജുൽ മൽഹമ, വിപ്ലവങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് ഫത്ഹു ഖസ്തന്റീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കലാണ്. അതെന്നാന്ന് പറഞ്ഞുതരും. ആ ഭാഗം നമ്മൾ പിന്നെ വിശദീകരിക്കും. എന്നാലോ അവിടെ അവസാനിപ്പിക്കുകയില്ല. ഫത്ഹു ഖസ്തന്റീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയാലോ ഖുറൂജുദ് ദജ്ജാൽ, പിന്നെ ദജ്ജാൽ വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് വഴിക്ക് വഴിയാ കാര്യം. നവനാഗരികത ഇസ്രായേലിൽ വന്നാൽ മദീനയിലെ ഭരണാധിപത്യം ക്ഷയിക്കാൻ തുടങ്ങും. അവർ മറ്റുള്ളവർക്ക് ഇങ്ങനെ വഴിപ്പെട്ട് വരും. അവരെ മറ്റുള്ളവർ പിടിമുറുക്കും. അതിങ്ങനെ വന്നിട്ട് പിന്നെ അവസാനം ഒരു മാറ്റം മുസ്ലിമീങ്ങൾക്ക് വരും. അഥവാ മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയും വഫത്ഹു ഖസ്തന്റീനിയ, അതിനിടയിൽ ഒരുപാട് നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞേക്കാം. എങ്കിലും പ്രതീക്ഷാ നിർഭരമായ ഒരു വചനമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. അത് കഴിഞ്ഞാലാകട്ടെ കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയാൽ പിന്നെ താമസിക്കില്ല, ദജ്ജാൽ വരും. അതൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ചില വിഷമങ്ങൾ പറയാം. അതും ബുഖാരി രേഖപ്പെടുത്തി. ഇനി മുസ്ലിമിന്റെ ഒരു ഹദീസ് പറയാൻ ശ്രദ്ധിക്കുക. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ. ശരിക്കട്ടോ, ഇന്നത്തെ പച്ചഭൂമി, ഇന്നത്തെ ആധുനിക ചരിത്രത്തിന് 1400 കൊല്ലം മുമ്പുള്ള ഹബീബായ റസൂലുള്ളാഹി അങ്ങോട്ട് വരച്ചു വെക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വഹീഹ് മുസ്ലിമിൽ. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ ഖാല റസൂലുള്ളാഹി യൂശികു അഹ്ലുൽ ഇറാഖ് അൻ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹമുൻ. യൂശികു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്ബാ, ഇറാഖികൾക്ക് ഇറക്കുമതി ചെയ്യപ്പെടാത്ത ഒരു കാലം വരും. ഖഫീസുൻ, ഒരു സേർ ധാന്യമോ, വലാ ദിർഹമുൻ, ഒരു ദിർഹമോ. സുബ്ഹാനല്ലാഹ്, നമ്മളെ കണ്ണിൽ കാണുന്നത് 1400 കൊല്ലം മുമ്പ് ആ മനുഷ്യൻ പറയൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സ്വലാത്തിലെ മനുഷ്യന്മാരെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على وله الوسيلة والفضيلة والعلا
വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി. ലോകം മുഴുവനും അള്ളാഹു അറിയിച്ചു കൊടുത്ത മഹാനാണ് മുഹമ്മദ് നബി. അള്ളാഹു ആ നബിയുടെ കൂടെ നിൽക്കാൻ അന്ത്യനാളിൽ നമുക്ക് ഭാഗ്യം തരട്ടെ. ചിന്തിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൊട്ടി കരിഞ്ഞു പോകില്ല ഈ ഹദീസൊക്കെ പറയുകയാണെങ്കിൽ. നമ്മൾ കണ്ണിൽ കാണല്ലേ. യൂശിക്കു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ, ഒരു സേർ ധാന്യമോ വലാ ദിർഹമുൻ, ഒരു രൂപയോ ഒരു നാണയമോ പുറത്തുനിന്ന് വരാത്ത കാലഘട്ടം വരും. അപ്പോൾ ഖാലു, സ്വഹാബികൾ ചോദിച്ചു, മിനൈന ദാക യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ് സംഭവിക്കുക? ഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മിൻ ഖിബലിൽ അജമി യംനഉന, അനറബികൾ അവരെ ഇറാഖികളെ ഉപരോധിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനറബികൾ ഇറാഖികളെ ഉപരോധിക്കും. യംനഉന, ഉപരോധിക്കും. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്. യൂശിക്കു അഹ്ലുൽ ശാമി, ഇതേ അവസ്ഥ സിറിയക്കും ജോർദാനിനും ഫലസ്തീനും വരും. അങ്ങനെ പറയുന്നത്. അതിലേക്കുള്ള ചില സൂചനകളൊക്കെ നാം ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്. യൂശിക്കു അഹ്ലുൽ ശാം, ഷമന, സിറിയ, ജോർദാന്, ഫലസ്തീന്, ലബനാന് ഒക്കെ അടക്കമുള്ള പ്രദേശങ്ങളാണ്. യൂശിക്കു അഹ്ലുൽ ശാമി, ഷാമുകാര്, അല്ലാ യുജ്ബാ ഇലൈഹിം ദിനാറുൻ വലാ ദിർഹം, ഒരു നാണയം, ഒരു രൂപയോ ഒരു നാണയമോ വരാത്ത ഒരു കാലഘട്ടം ഷാമികൾക്ക് വരും. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കുമെന്ന് സ്വഹാബികൾ ചോദിച്ചു. സ്വഹീഹ് മുസ്ലിം, ഞാൻ വാറോല വായിക്കുകയല്ല, സ്വഹീഹ് മുസ്ലിം ഏതോ കിതാബിന്റെ ഏതെങ്കിലും വല്ല പാർശ്വഭാഗത്ത് എഴുതി വെച്ചത് കൊണ്ടുവരികയല്ല ഞാൻ. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ്. സ്വഹാബികൾ ചോദിച്ചു, മിനൈന ദാക യാ റസൂലല്ലാഹ്, അതെങ്ങനെ സംഭവിക്കും? ആരായിരിക്കും അതിന്റെ ആളുകൾ? ഫഖാല, ഹബീബായ നബി പറഞ്ഞു, മിൻ ഖിബലിർ റൂമി, അത് പാശ്ചാത്യർ വഴി സംഭവിക്കുന്നതാണ്. ക്രിസ്തീയ ജൂത സമൂഹത്തിന് റോമികൾ എന്ന ഒരു പ്രയോഗമുണ്ട്. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. സത്യത്തിൽ കൈകോർക്കാൻ പാടില്ലാത്ത ഒരു സമൂഹമാണ് ജൂത ക്രിസ്ത്യാനികൾ. ഒരിക്കലും കൈകോർക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ക്രിസ്തീയരുടെ വിശ്വാസപ്രകാരം, നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം യേശു ക്രിസ്തുവിനെ തനിക്ക് മരിക്കാനുള്ള ആയുധം സ്വയം ചുമപ്പിച്ച് കുരിശിലിട്ട് കൊലപ്പെടുത്തിയത് ജൂതന്മാരാണ്. ഒരിക്കലും ആരുമായി യോജിച്ചാലും ക്രിസ്ത്യാനികൾ ജൂതന്മാരുമായി യോജിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ചരിത്രത്തിലെ ഈ വൈരുദ്ധ്യത വന്നുപോയി എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അല്ലാഹുവിന്റെ വെളിച്ചത്തെ ഊടിക്കെടുക്കാനുള്ള പൈശാചിക ശ്രമങ്ങൾ മാത്രമാണത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെയും വിഷമിപ്പിക്കൽ എൻ്റെ ലക്ഷ്യമല്ല. ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയാം. ഒന്ന് ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കണം. ഈ കാസറ്റൊക്കെ കേൾക്കാൻ കഴിയുന്ന ക്രിസ്തീയ സഹോദരന്മാർ അതൊക്കെ ഒന്ന് ചിന്തിക്കണം. എപ്പോഴും ക്രിസ്തീയ സഹോദരന്മാരെക്കാൾ കൂടുതൽ ക്രിസ്തുദേവനെ ആദരിക്കുന്നവർ മഹാനായ സയ്യിദുനാ ഈസ, അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ പറയുന്നുണ്ട്. അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമീങ്ങളാണ്. അള്ളാഹു എന്നും അവിടത്തേക്ക് സമാധാനം നൽകുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, വേറെ ഒരു ഹദീസ്. അൻ സുലൈമാൻ ഇബ്നു ഹാതിബിൻ ഖാല ലയുശികന്ന ബിശ്ശാമി ഫിത്ന യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാം. ശ്രദ്ധിക്കണേ, ഈ ഹദീസ് ശ്രദ്ധിക്കണേ. ഒരു ശൈലി പറയാം. ഷാമിൽ ഫിത്നയുണ്ടാകും. സിറിയ, ജോർദാൻ, ഫലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളിൽ, ലബനാന് അടക്കമുള്ള രാജ്യങ്ങൾ, ഇറാഖ് അടക്കം, അവിടെയെല്ലാം കുഴപ്പങ്ങളുണ്ടാകും. ഇറാഖിനെ പറഞ്ഞല്ലോ, ഷാമിലും. യുറദ്ദദു ഫീഹാ, ആ ഫിത്ന അവിടെ കിടന്നിട്ട് ഇങ്ങനെ കുലുങ്ങും. കമാ യുറദ്ദദുൽ മാഉ, തോൽപാത്രത്തിൽ വെള്ളം കുലുങ്ങുന്നത് പോലെ. വെള്ളം ഇങ്ങോട്ട്, പിന്നെ കുറച്ച് അങ്ങോട്ട്, മനസ്സിലാവണില്ല. ഒരു കൈതപ്പുറത്ത് തോൽപാത്രത്തിൽ വെള്ളം വെച്ചാല് ആ വെള്ളം ഈ കഴുതയുടെ ചലനത്തിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ട്. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പട്ടണത്തിൽ നാശം കമ്മിയാകുമ്പോഴത്തിന് അടുത്ത പട്ടണത്തിൽ നാശം കൂടും. മനസ്സിലായി നിങ്ങൾക്ക് പറയുന്നത്? വളരെ ചിന്തിക്കണം. യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാം, തോൽപാത്രത്തിൽ വെള്ളം കിടന്ന് കുലുങ്ങുന്നത് പോലെ അതുണ്ട്.
ഫതക്ശിഫു അൻകും വഅൻതും നാദിമൂന അൻ ജൂഇൻ ശദീദ്. എപ്പോഴെങ്കിലും അതിനൊരു ശമനമുണ്ടായാലാകട്ടെ നിങ്ങൾക്ക് വളരെ വലിയ വിഷമമുണ്ടാകും. അൻ ജൂഇൻ ശദീദിൻ, ശക്തമായ വിശപ്പ് കാരണം. എപ്പോഴെങ്കിലും ഈ ഇറാഖിലോ ഷാമിലോ എപ്പോഴെങ്കിലും ചില ഉപരോധത്തിനോ മറ്റോ വിഷമത്തിനോ എപ്പോഴെങ്കിലും ആക്രമണത്തിനോ കമ്മിയുള്ള സമയത്ത് പിന്നെ നിങ്ങളുടെ കടിപിടി ഭക്ഷണത്തിനായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ കൊല്ലം ഇറാഖിൽ നിന്ന് കുവൈത്തിൽ നിന്ന് ഇറാഖിൽ പോയി വന്ന ഒരു ട്രക്ക് ഡ്രൈവർ എന്നോട് വിഷമകരമായ ഒരു കാര്യം പറഞ്ഞു. ഒരു ഇറാഖി കുടുംബം ഭക്ഷണത്തിന് വേണ്ടി വ്യഭിചരിക്കുന്ന ഒരു സംഭവം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അക്കാലഘട്ടത്തിൽ ഫലസ്തീനികൾക്കും ഇറാഖികൾക്കും ലബനാനികൾക്കും ജോർദാനികൾക്കും സിറിയക്കാർക്കും എല്ലാം ഫയകൂനുൽ ഖുബ്സു ഫീഹാ അത്യബ മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള കാലഘട്ടമായിരിക്കും അത്. അവർക്കൊരു കഷ്ണം റൊട്ടി ലഭിക്കുക എന്ന് പറയുന്നത്, ഒരു റൊട്ടിയുടെ വാസന എന്ന് പറയുന്നത് അത്യബ മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ അതിന് സുഗന്ധമുണ്ടാകുമെന്ന് മുഹമ്മദ് നബി. എന്താണ് പറഞ്ഞത്? അങ്ങനെയാണല്ലോ ഒരു ഭക്ഷണത്തിന് നമുക്ക് ഏത് പെർഫ്യൂമിനേക്കാളും വലിയ പെർഫ്യൂമിന് വാസന തോന്നും. എന്ത് ഭക്ഷണത്തിലേക്ക് ആവശ്യമുള്ള നേരത്തെ അങ്ങോട്ട് ആർത്തി വന്നാല് അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഓരോരുത്തരും എപ്പോഴും ഓരോരുത്തരും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുക. ഭക്ഷണത്തിന് ഒരുങ്ങുന്ന നേരത്തെ എല്ലാവരും, ഞാൻ എൻ്റെ ഉമ്മാനോട് പറയാറുണ്ട്, എല്ലാ സാധനവും അപ്പം നോമ്പറക്കാൻ നേരത്ത് കഴിക്കാനൊന്നും കഴിയില്ല, എന്നാലും ഉമ്മാനോട് പറയും എല്ലാ ഇന്ന് എനിക്ക് ഇത്ര കൂടുതൽ വേണം, നിങ്ങൾക്ക് 2 ഗ്ലാസ് വേണം, ഇന്ന് 3 ഗ്ലാസ് വേണം എന്നൊക്കെ സ്ഥിരം. അത് ഞാൻ തമാശ പറയല്ല, സ്ഥിരം എൻ്റെ ഒരു ഏർപ്പാടാണത്. എൻ്റെ ഉമ്മാനോട് ഞാൻ പറയാറുണ്ട്. ഉമ്മ അതൊക്കെ കരുതി കുട്ടി പറയും, ഉമ്മ സാധാരണ ഉള്ള 1 ഗ്ലാസ് മാത്രമേ തരിക്കഞ്ഞൊക്കെ തരുള്ളൂ. പിന്നെ അവസാനം ഉമ്മ ഒന്ന് ചിരിക്കാൻ തുടങ്ങും. കാരണം നീ 1 ഗ്ലാസ്സിലേറെ കുടിക്കൂലെന്ന് എനിക്കറിയാം. ആ നേരത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. എന്നതുപോലെ ഒരു ഭക്ഷണം ഫയകൂനു റീഹുൽ മിസ്കി അത്യ ഫീഹാ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്കി. ഒരു കഷ്ണം റൊട്ടിക്ക് അന്ന് കസ്തൂരിയേക്കാൾ വാസന വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഇതിന് ചില സാഹചര്യങ്ങൾ വഴിവെക്കുന്നുമുണ്ട്. ശ്രദ്ധിക്കണം. അൻ ഹുദൈഫത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബ്റാനി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. തകൂനു നുബുവ്വതു ഫീകും, പ്രവാചക ധർമ്മ ഭരണകൂടം നിങ്ങളിൽ നിലനിൽക്കും. മാഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്ന ഒരു കാലം നിലനിൽക്കും. സുമ്മ യർഫഉല്ലാഹ്, പിന്നെ അതിനെ അല്ലാഹു എടുത്തു കളയും. ഇദാ ശാഅ യർഫഅഹാ, ഇസ്ലാമിക ഭരണം വല്ലാതെ കാലം നിലനിൽക്കില്ല. അല്ലാഹു തആല അത് ഉയർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാൽ അല്ലാഹു പിന്നെ അത് നിങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകും. നോക്കൂ, ഒരു സമയം പറയാം ഹബീബായ റസൂലുള്ളാഹി. പിന്നെയോ ثم تكون خلافة على منهاج النبوة, ആദ്യം നുബുവത്ത് ഉണ്ടാകും, പിന്നെ ഖിലാഫത്ത് ഉണ്ടാകും. പിന്നെയോ ثم تكون ملكا عَلًّا, പിന്നെ ആളുകളോട് ഒരു മമതയില്ലാത്ത നേതാക്കളുടെ ഭരണകൂടത്തിന്റെ കാലഘട്ടം വരും. അങ്ങനെയാ പറഞ്ഞത്. ആദ്യം നുബുവത്ത് ഉണ്ടാവും, പിന്നെ ഖിലാഫത്ത് ഉണ്ടാവും, പിന്നെ ഒരു തരം രാജാധികാരം. ജനങ്ങളോട് അല്ലാഹ് എന്ന് പറഞ്ഞാൽ കടിച്ചു എന്നർത്ഥം. കടിക്കുക, ദേശത്തിൽ കടിക്കണീനാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ദേശത്തിൽ കടിക്കണീനാണ് അല്ലാഹ് എന്നറിയാം. ആളുകളോടുള്ള ഒരു ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു തരം കടിയന്മാരായ രാജാക്കന്മാർ വരും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞാലോ കടിയന്മാർ രാജാക്കന്മാർ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും, എന്നാലും അവർക്ക് ഒരു തരം ദേഷ്യപ്പെട്ടവരായിരിക്കും, എന്നാലും സമാധാനം ഉണ്ടാവും. പിന്നെ ഒരു കാലം പിന്നെ ഉണ്ടാവുക പിന്നെ ഭരണമായി തീരുന്നതാണ് മുൽക്കൻ ജിബ്രിയൻ, ഏകാധിപത്യം. മിണ്ടാൻ പാടില്ല, മിണ്ടിയ കൽത്തുറുങ്കിലിടും. നിങ്ങൾക്കറിയാലോ എന്താണ് ആ പറഞ്ഞത്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം അതേത് കാലഘട്ടം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. മിണ്ടാൻ പാടില്ല. ഇതെന്റെ ഖിലാഫത്താ, മിണ്ടാൻ പാടില്ലാത്ത ഖിലാഫത്ത് എന്റെ ഖിലാഫത്താ, എന്റെ രാജാധികാരമാണിത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദരിച്ച മഹാനാണ് സയ്യിദുനാ ഉമർ. ഇല്ലേ, മിണ്ടിയിട്ടില്ലേ? ഒരാളോട് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ കണ്ടപ്പോൾ ഖലീഫ ഉമർ ബിൻ ഖത്താബ്
റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തറാ ഖിലാഫതി, എന്റെ ഭരണകൂടത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന് ഒരിക്കൽ തൻ്റെ കൂട്ടുകാരനായ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, നമുക്കത് ചർച്ച ചെയ്യാം, വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് വീട്ടിന്റെ സ്വീകരണ മുറിയിൽ ഇരുത്തി ഉമർ ബിൻ ഖത്താബ് ഖലീഫയെ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മുഹമ്മദ് ഫഅഖറജ സൈഫൻ, ഒരു വാള് വീട്ടിന്റെ അകത്ത് പോയി വാള് കൊണ്ടുവന്നു. എന്നിട്ട് ഫഹദ്ദഹു, വാളിനെ ഇങ്ങനെ വാളിനെ ഇങ്ങനെ തൊട്ടടുത്ത് കണ്ട ഒരു കല്ലിലിട്ടിട്ട് ഇങ്ങനെ വരസി, നല്ല മിനുസം വരും. എന്നിട്ട് ഈ വാൾ ഉയർത്തി കാണിച്ച് ഖലീഫയോട് പറഞ്ഞു, ലൗ കാന മിസ്ലു ഹാദാ യുബാഉ ഫിസ്സൂഖി കൈഫ തഅദിലു അനിൽ ഹഖ് യബ്നൽ ഖത്താബ്, ഈ ജാതി സാധനങ്ങൾ അങ്ങാടിയിൽ വിൽക്കുന്ന കാലത്തോളം നിന്റെ ഭരണം മോശമാവില്ല എന്ന് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? എങ്ങാനും മോശമായാൽ അർഹം ഞങ്ങൾ അറക്കുന്നവർ. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? എന്ത് സ്വച്ഛാധിപത്യാണിത്, എന്തേകാധിപത്യാണിത്? ഹബീബാന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം കാര്യമൊക്കെ നടത്തി കൊടുക്കും, എന്നാലും കുറച്ചൊക്കെ ഒരു ദേശീയമുള്ള ഭരണാധികാരികൾ, പിന്നെ കൊലകാലം മിണ്ടാൻ പാടില്ല. കാര്യമൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു ഭരണാധികാരികൾ ഉണ്ടായിരുന്ന കുറച്ച് ദേശീയക്കുള്ള ഭരണാധികാരികൾ, മൗമൂനെ പോലെ, മുഅത്തസിം ബില്ലാനെ പോലെ, അങ്ങനെ അബ്ബാസി ഖിലാഫത്തിലൊക്കെ ഉണ്ടായി. എന്നാലും കാര്യമൊക്കെ നടത്തി കൊടുക്കും. വലിയ ഏകാധിപത്യമൊന്നുമില്ല, കാര്യമൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. ഇനി ഒരു കാലം വരും, അന്ന് മുൽക്കൻ ജിബ്രിയൻ, അക്കാലത്തുണ്ടാകുന്നത് ഏകാധിപത്യത്തിന്റെ രാജഭരണമാണ്. ഏകാധിപത്യത്തിന്റെ രാജഭരണം മുസ്ലിമീങ്ങളെ പിടികൂടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിനെ അതുണ്ടായപ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് തകർന്നു തുടങ്ങിയത്. അതാണ് ഏറ്റവും വലിയ നാശം. ശത്രുക്കൾ മുസ്ലിമീങ്ങളിലേക്ക് കടന്നു കയറാനുള്ള കാരണം ഈ ജിബ്രിയായ ഭരണകൂടങ്ങൾ രംഗത്ത് വന്നതാണ്. എന്തുകൊണ്ട്? ഭൂമിയിലെ ജീവിതം മുസ്ലിമീങ്ങൾക്ക് ഗുണകരമാകാൻ 3 കാര്യങ്ങളാണ് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞത്. 3 കാര്യം ഉണ്ടെങ്കിൽ ഭൂമിയിലെ ജീവിതം സുഖകരമാകുമെന്ന് മുഹമ്മദ് നബി. ഏതാ 3 കാര്യം? സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. 3 കാര്യം എല്ലാവരും ഇരിക്കണം. നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു സദസ്സാണത്. ചിന്തിക്കണം. ഈ ഹദീസ് നിങ്ങൾ ആരും മറക്കരുത്. ഇദാ കാന ഉമറാഉകും സുലഹാഅകും വഅഗ്നിയാഉകും സുമഹാഅകും ഉമൂറുകും ശൂറാ ബൈനകും ഫല്ലഖറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ. സ്വഹീഹുൽ ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കേൾക്കാൻ തന്നെയാണ്. ഈ വേദിയിലും സദസ്സിലൊക്കെ ഉള്ള നേതാക്കൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഹദീസ് പറയുന്നത്. ഇത് മറക്കരുത്. എന്ത് പറഞ്ഞാലും ഈ ഹദീസ് മറക്കരുത്. ഇദാ കാന ഉമറാഉകും സുലഹാകും. ഉമറാ എന്നാ പറഞ്ഞത്, ഉലമാ എന്നല്ല. ഉമറാവും ഉലമാ എന്നത് 2 പ്രയോഗമാണ്. സിൻഫാനി മിൻ ഉമ്മതി ഇദാ സ്വലഹ സ്വലഹൻ നാസു കുല്ലുഹും ഇദാ ഫസദ ഫസദൻ നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. ഉലമാ ഉമറാ 2ആണ്. ഉലമാ എന്നാൽ ആലിമീങ്ങൾ, നിയമങ്ങൾ കണ്ടുപിടിക്കുന്നവർ. ഉമറാ എന്നാൽ കൈകാര്യകർത്താക്കൾ. ഇവിടെയുള്ള ഈ വേദിയിലും സദസ്സിലൊക്കെ ഉള്ള ഈ നേതൃത്വം, പള്ളി കമ്മിറ്റിയുടെ നേതൃത്വം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നേതൃത്വം, പാർട്ടിയുടെ നേതൃത്വം, പിന്നെ എല്ലാം പെടും. അങ്ങനെയൊക്കെ അതിനൊക്കെ ദഹിക്കണവർ മാത്രം എൻ്റെ ക്ലാസ്സിലിരുന്നാൽ മതി. എൻ്റെ ക്ലാസ് അങ്ങനെയൊക്കെയാണ്. എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അതിനൊക്കെ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ ഇവിടെ പറയും. അതിൻ്റെ ലക്ഷ്യമാണ്. എനിക്ക് മറ്റുദ്ദേശങ്ങളൊന്നുമില്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ സമുദായത്തിൻ്റെ രാഷ്ട്രീയവും മതപരവുമായ ഉന്നമനം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും വേണ്ട, ഞങ്ങൾക്ക് പരലോകം മതി എന്ന് പറഞ്ഞാൽ അവൻ കള്ളസൂപ്പിയാണ്, അവൻ കള്ളനാണ്. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞിട്ടാണ് വഫിൽ ആഖിറതി ഹസന എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ വേണം, എല്ലാം വേണം. ഈ ലോകം പരലോകമൊക്കെ വേണം. ആർക്കെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരിക എല്ലാവർക്കും. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ഈ ലോകവും പരലോകവും 2ഉം എന്റേതാണ്. 2ഉം ചോദിച്ചു വാങ്ങണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നമുക്ക് 2ഉം നൽകട്ടെ. അള്ളാഹു 2ഉം നൽകട്ടെ. അപ്പൊ നോക്ക്, ചിന്തിക്കുക.
ഉമറ എന്ന ഉലമ അല്ല. ഉലമ നിയമം കണ്ടുപിടിക്കുന്നവർ, ഭരണം നടത്തി കാര്യങ്ങൾ നടത്തുന്നത് നേതാക്കളാണ്. എന്താ അവർ ചെയ്യേണ്ടത്? ഇദാ കാന ഉമറാഉകും സുലഹാഅകും. സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ കാന ഉമറാഉകും സുലഹാഅകും, നിങ്ങളുടെ ഉമറാക്കളെല്ലാം സ്വാലിഹീങ്ങളായി മാറുക. ഭൂമിയിൽ മുസ്ലിം ഉമ്മത്തിന് ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ഇങ്ങോട്ട് പറയും, ഒന്ന് ഇദാ കാന ഉമറാഉകും സുലഹാഅകും, അവർ സ്വാലിഹീങ്ങൾ. സ്വാലിഹ് തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വാലിഹ്, അവർക്ക് സാമ്പത്തിക ശുദ്ധി ഉണ്ടാവുക, മറ്റു ശുദ്ധികൾ ഉണ്ടാവുക, മറ്റേത് തരത്തിലുള്ള ശുദ്ധിയും അവർക്ക് ഉണ്ടാവുക. എല്ലാം ഇദാ കാന ഉമറാഉകും സുലഹാഅകും. ഒന്ന്. 2 വഅഗ്നിയാഉകും സുമഹാഅകും, ഈ ഭൂമിയിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാനുള്ള രണ്ടാമത്തെ മാനദണ്ഡം വഅഗ്നിയാഉകും സുമഹാഅകും, ധനം അല്ലാഹു നൽകിയിട്ടുള്ള ആളുകൾ ധനമില്ലാത്തവരോട് നിർലോഭമായി സഹകരിക്കുന്നവരാവുക. പിന്നെയോ 3 വഉമൂറുകും ശുറാ ബൈനകും, ഏകാധിപത്യ വാഴ്ച ഇല്ലാതെയാവുക. ഏത് പ്രശ്നം സമൂഹത്തിലുണ്ടായാലും വഉമൂറുകും ശുറാ ബൈനകും, ഒരാളെ നിസ്സാരാക്കാതെ എല്ലാരെയും കൂട്ടിയിരുത്തിട്ട് ആ വിഷയം ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ അന്ന് ഭൂമിയുടെ ഉള്ളിൽ ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഭൂമിയുടെ പുറത്ത് ജീവിച്ചിരിക്കലായിരിക്കും നല്ലതെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആ അവസ്ഥ നമുക്ക് അല്ലാഹു നൽകട്ടെ. ഇനി നേരെ തിരിച്ച്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരാണ് നിങ്ങളെ നേതാക്കൾ എന്ന് വെക്കൂ. ധനമുള്ളവരാകട്ടെ നിർലോഭമായി ഒന്നും ചെയ്യില്ല. കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നതാകട്ടെ സ്ത്രീ എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾ വിഷമിപ്പിക്കണ്ട. പെണ്ണുങ്ങളൊക്കെ ഒരു വലിയ വിഷമമുണ്ട് എന്നാരോ എന്നോട് പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, ചില രംഗപ്രവേശങ്ങൾ ഞാനാണല്ലോ പറയേണ്ടത്. നിങ്ങൾ സ്ത്രീകളൊന്നും വിചാരിക്കരുത് പെണ്ണുങ്ങൾ ഈമാന്റെ നിറകുടമാണ് എന്ന് എനിക്കറിയാവുന്നതാണ്. അത് സത്യമാണ്. കാരണം അല്ലാഹു തആല ഖുർആനിൽ ഈമാനിന്റെ ഉദാഹരണമായി പറഞ്ഞത് പെണ്ണിനെയാണ്. വല്ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു മറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഈമാന്റെ ഉദാഹരണമായി പറഞ്ഞ 2 പെണ്ണിനെയാണ്, ഒന്ന് ആസിയ ബീബിയെയും ഒന്ന് മറിയം ബീബി. അവിടേക്ക് നമ്മൾ മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവാദിത്തമുള്ള ആൾ എന്ന നിലക്ക് പെണ്ണുങ്ങളെ ഞാൻ ഉപദേശിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രസംഗത്തിൽ ആർക്കോ പെണ്ണുങ്ങൾക്ക് വിഷമം തോന്നി എന്ന് പറഞ്ഞു, ക്ഷമിക്കണം. ഞാൻ ചില കാര്യങ്ങൾ, സ്ത്രീകളുടെ ഈ വർദ്ധിതമായ രംഗപ്രവേശങ്ങൾ സമൂഹത്തിൽ നാശം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ്. നിങ്ങളോട് ആരോടും വെറുപ്പുണ്ടായിട്ട് പറയല്ല, അത് ചെയ്യരുത്. വളരെ ചിന്തിക്കണം, അതൊക്കെ നാശമാണ്. കാരണം നമ്മുടെ മാനദണ്ഡം അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസുമാണല്ലോ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുകയാണെങ്കിൽ ദേഷ്യം ഉണ്ടാവാവുന്നതാണ്. ഞാനത് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു. പെണ്ണിൻ്റെ ഇന്നത്തെ ഈ അങ്ങാടിയിലെ രംഗപ്രവേശം സമൂഹത്തിൽ നാശമാണ്. എന്നോട് ചില ആളുകൾ പറഞ്ഞു, ഈ സംഘാടകർക്ക് വലിയ പേടി ഉണ്ടാവുമല്ലോ, അവർക്ക് പൈസൻ്റെ കാര്യമാണല്ലോ പ്രശ്നം. അവർക്കിത് കമ്മിയാവോ, പരിപാടി മോശമാവോ, പൈസ ഞങ്ങളെ തടിയിൽ നിന്ന് കൂട്ടേണ്ടി വരും എന്നൊക്കെ പ്രശ്നമുണ്ടോ? എനിക്കിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പൈസ എന്നല്ല വിഷയം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകരുത്. വിഷമം ഉണ്ടാവുകയാണെങ്കിൽ വിഷമം ഉണ്ടാകാവുന്നതാണ്. കാരണം ഈ രംഗപ്രവേശം നാശമാണ്. എന്നാൽ പെണ്ണുങ്ങൾ നല്ലവരാണ്, ദീനിൻ്റെ നിറകുടങ്ങളാണ്. അള്ളാഹു അവരുടെ ശുദ്ധി നിലനിർത്തുമാറാകട്ടെ. ഇവിടെ നിങ്ങളെല്ലാവരും എന്നെ പ്രശംസിക്കലല്ല ആവശ്യം. കാസിമി അന്നാ പറഞ്ഞിട്ട് വളരെ ഒന്ന് ശ്രദ്ധിച്ചു. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തിയല്ലോ എന്ന്, നാളെ സ്വർഗത്തെന്ന് പറയലാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പറയുന്ന കാരണം ഈ സാധുവിനും കൂടി സ്വർഗം കിട്ടലാണ് എൻ്റെ പ്രതീക്ഷ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഭംഗി വാക്ക് പറയല്ല, അതൊക്കെ 2 ദിവസം മാത്രമേ വിഷമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വിഷമൊക്കെ തീർന്നു പോകും. അള്ളാഹു നമ്മെ നന്നാക്കുമാറാകട്ടെ. അപ്പം ചിന്തിക്കുക, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ജിബിരിയായ ഭരണകൂടങ്ങൾ
ഏകാധിപത്യത്തിന്റെ ഭരണകൂടങ്ങൾ വരും. അത് മുസ്ലിം ഉമ്മത്തിനെ തകർക്കുകയും മുസ്ലിം ഉമ്മത്തിൽ ടെററിസം വളരാനും മുസ്ലിം ഉമ്മത്തിൽ ഭീകരവാദങ്ങളും വിദണ്ഡവാദങ്ങളും ഉടലെടുക്കാനും അത് കാരണമാവുകയും ചെയ്യും. അത് വലിയ നാശമുണ്ടാക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി. പിന്നെയോ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലഘട്ടം അത്രയും ഈ ഏകാധിപത്യം നിലനിൽക്കും. പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ ഈ ഏകാധിപത്യം പിൻവലിക്കപ്പെടുകയുള്ളൂ. പിന്നെ ഖിലാഫത്ത് വീണ്ടും മടങ്ങി വരുന്നതാണ് എന്ന് മുഹമ്മദ് നബി അലാ മിൻഹാജിൻ നുബുവ്വ. ശ്രദ്ധിക്കുക, അലാ മിൻഹാജിൻ നുബുവ്വ, നുബുവത്തിന്റെ ശൈലിയിലുള്ള, നുബുവത്തിന്റെ വെളിച്ചം സ്വീകരിച്ച, നുബുവത്തിന്റെ രീതിയിലുള്ള ഖിലാഫത്ത് മടങ്ങി വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കാനുള്ളത് തന്നെയാണ് എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ ബഹുമാനപ്പെട്ട ഇമാം തുബ്രാനി തന്റെ മുഅ്ജമിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വേറൊരു ഹദീസ് അൻ ഇയാസ് ഇബ്നു മുആബിയ ഇന്നദ്ദുനിയാ ഇദൻ ഖതാ ജനാഹു വഖാ. ദുനിയാവിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക ചിറകുകൾ രണ്ടെണ്ണമാണ്. ജനാഹയൽ അർളി, ഇന്ന ജനാഹയൽ അർളി, ഭൂമിയുടെ രണ്ട് ചിറകുകൾ എന്നുള്ളത് മിസ്റു വ ബസറ, ഒന്ന് ഈജിപ്തുമാണ്, ഒന്ന് ബസറയുമാവുന്നു. ഒന്ന് ഈജിപ്റ്റാണ്, ഒന്ന് ബസറയാണ്. ഇദാ ഖരിബത, ആ രണ്ട് പ്രദേശങ്ങളും തകർന്നു പോയാൽ ദഹബത്തിദ് ദുനിയാ, ലോകത്തിന്റെ നാശമായിരിക്കുമെന്ന് മുഹമ്മദ് നബി ഈ ഹദീസ് അബൂ നുഐം റളിയല്ലാഹു അൻഹു തന്റെ ഹില്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്കാലത്തും ശ്രദ്ധിക്കണേ, ഒന്ന് മിസ്ർ, ഒന്ന് ബസറ, ഈ രണ്ട് പ്രദേശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ബസറ മഹാനായ നൂഹ് നബിയുടെ മണ്ണാണ് അലൈഹിസ്സലാം. അല്ലേ, ലോകത്തെ ആദ്യത്തെ നബി അല്ലേ സയ്യിദുനാ നൂഹ്, ലോകത്തെ ആദ്യത്തെ ശരീഅത്തല്ലേ സയ്യിദുനാ നൂഹിന്റേത് അലൈഹിസ്സലാം. ബസറ ചെറിയ നാടല്ല, ഇറാഖ് ചെറിയ നാടല്ല. ഇറാഖിലാണ് ലോകത്തെ ആദ്യത്തെ ശരീഅത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഇറാഖ് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ സ്വന്തം കരള് നഷ്ടപ്പെടുന്നതിനേക്കാൾ വിഷമമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്. കാരണം ലോകത്താദ്യമായി ശരീഅത്ത് വന്നത്, ഉറക്കം കൊണ്ട് പറഞ്ഞേക്കും, മക്കയിലല്ല ലോകത്താദ്യമായി ശരീഅത്ത് വന്നത് ഇറാഖിൽ. അങ്ങനെ ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ. ലോകത്തെ ആദ്യത്തെ ശരീഅത്ത് കൊണ്ടുവന്നത് സയ്യിദുനാ നൂഹ്, ഇറാഖിയാണ് സയ്യിദുനാ നൂഹ്. ഉറക്കം കൊണ്ട് പറയും സയ്യിദുനാ നൂഹ്. പിന്നീട് ലോകത്തിന്റെ വിജുഗീഷുവായ രണ്ടാമത്തെ നായകനും ഇറാഖിയാണ്. ആരാ ലോകത്തിന്റെ രണ്ടാമത്തെ നായകൻ? ആരാ? ഇബ്രാഹിം ഒന്നും പറയണ്ട, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ പറയണം. ഈ ഭൂമി മുഹമ്മദ് നബി കഴിഞ്ഞാൽ മറ്റൊരാളോട് കടപ്പെട്ടത് മുഹമ്മദ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം. അതുകൊണ്ടാണല്ലോ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, അങ്ങനെയല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് വമൻ യർഗബ് അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഇബ്രാഹിമിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നവൻ സ്വയം വിഡ്ഢിയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. വർക്കം കൊണ്ട് പറയേ അലൈഹിസ്സലാത്തു. ഇബ്രാഹിമിൽ നിന്ന് ആരെങ്കിലും അകലാൻ ശ്രമിച്ചാൽ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ രീതി അലൈഹിസ്സലാം, ആരെങ്കിലും അതിൽ നിന്ന് അകലാൻ ശ്രമിച്ചാൽ ആകട്ടെ അവൻ ആരായാൽ പോലും ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിഡ്ഢിത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞവനല്ലാതെ അതിന് കഴിയുകയില്ല. സ്വയം അവൻ വിഡ്ഢിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതാണ് സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിയാണ്. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, എന്തിനാ പറയേണ്ടത്? എല്ലാവരും പിൽക്കാലഘട്ടത്തിൽ ലോകം കണ്ട പ്രതിപാഠകന്മാർ സയ്യിദു താബിഈൻ, താബിഈങ്ങൾ ലോകത്താകെ ഉണ്ടായിരുന്നു. ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ? താബിഈങ്ങൾ ലോകത്ത് ഉണ്ടാകേണ്ട, മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായി. സഹാബി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വകുപ്പ് താബിഈൻ. ലോകത്ത് മുഴുവൻ താബിഈങ്ങളുണ്ട്. എന്നാൽ സയ്യിദു താബിഈന ബിൽ ഇൽമി, ഇൽമു കൊണ്ട് സയ്യിദു താബിഈൻ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഇത് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹു.
തസവ്വുഫ് കൊണ്ട് നേതാവ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ സയ്യിദു താബിഈന ബിൽ ഇൽമി, ഇൽമു കൊണ്ട് താബിഈങ്ങളിൽ നേതാവ് മക്കയിലും മദീനയിലും ഭൂമിയിൽ മുഴുവനും താബിഈങ്ങൾ വന്നിട്ടും സ്വഹാബികൾ കഴിഞ്ഞാൽ അടുത്ത പദവിയുള്ളത് ഇറാഖിയായ സയ്യിദുന ഹസൻ ബസ്രി. അപ്പൊ അത് ചെറിയ ഒരു മണ്ണല്ല. മിസ്റിനെ കുറിച്ച് പറയുകയും വേണ്ട. ഹല്ലതാക ഹദീസു മൂസ إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. നോഹ് നബിയുടെ ശേഷം ലോകത്തെ ഏറ്റവും വലിയ നാഗരികതയുടെ സംഗമസ്ഥാനം ഈജിപ്തായിരുന്നു. അവിടെയാണ് അമാലിഖത്ത് വന്നത്, അവിടെയാണ് ഫറോവായിസം വന്നത്. നിങ്ങളിന്റെ കൂടെ അല്ലേ? നിങ്ങളിന്റെ കൂടെ അല്ലേ? എന്റെ കൂടെ അല്ല. അപ്പൊ ഈ രണ്ട് പ്രദേശങ്ങളും അഥവാ ബസ്രയും ഈജിപ്തും നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ രണ്ട് പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടാൽ ഭൂമിയുടെ നാശമാണ്, ഭൂമിയുടെ പോക്കാണ്, എന്ന അന്ത്യനാളാണ് എന്ന് മഹാനായ മുഹമ്മദ് നബി എന്ന ഹുദൈഫത്ത ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദ. ശ്രദ്ധിക്കണേ. ഇത് ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ റൗദത്തുൽ മുഷ്താഖിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. അൻ ഹുദൈഫത ബിനുൽ യമാനി ഖാല ഖാല റസൂലുള്ളാഹി യബ്ദഉൽ ഖറാബ് ഫീ അത്ലാഫിൽ അർളി. ഭൂമിയുടെ പല ഭാഗങ്ങളിലും നാശം തുടങ്ങും. ഹത്താ തഖ്രിബ മിസ്ർ നശിച്ചു പോകും. അരെ വ മിസ്റു ആമിനതൻ മിനൽ ഖറാബ്. എല്ലാ നാശങ്ങളിൽ നിന്നും നിർഭയമായ പ്രദേശമായിരുന്നു. ലോകത്തെ 10,000-കണക്കായ പ്രവാചകന്മാർ വന്ന മണ്ണാണ് മിസ്ർ എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ സംസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യപ്പെട്ട വെള്ളം അങ്ങാണല്ലോ. നിങ്ങൾ സംസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യപ്പെട്ട വെള്ളം നൈൽ നദിയിലെ വെള്ളമാണ്. അങ്ങനെയാണ് ബിത്തിഫാഖൽ മുസ്ലിമീൻ. അങ്ങനെയാണ്. അതെന്താ അങ്ങനെ ആയത് നിന്നോട് ചോദിക്കണ്ട, അങ്ങനെയാണ്. എത്രയോ രേഖകൾ കാണുന്നുണ്ട്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസറു വനൈലു മിസ്റ ثم ബാഖിൽ അൻഹുരി. തഹാറത്തിന്റെ ബാബിൽ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖല്ലൂബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ചരിത്രം കാണുന്നുണ്ട്, ഈ വിഷയം കാണുന്നുണ്ട്. ലോകത്തേറ്റവും എന്തുകൊണ്ട് 10,000-കണക്കായ പ്രവാചകന്മാർ അംഗസ്നാനം ചെയ്തിട്ടുള്ള പുഴയാണത്? അങ്ങനെയാണ്. വേറെയും കാരണങ്ങൾ ഉണ്ടാകാം. അങ്ങനെയാണല്ലോ. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. പരിശുദ്ധമായ താഴ്വര എന്ന സീനായ് കുന്നിനെ കുറിച്ച് പറയാൻ കാരണം എന്താ? അവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലോക ചരിത്രത്തിൽ കടന്നുപോയ അനവധി പ്രവാചകന്മാർ ആടുമേച്ചത് അവിടെയാവുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അമ്പിയാക്കന്മാർ അംഗസ്നാനം ചെയ്യുന്നതുകൊണ്ട് വെള്ളത്തിന് ഗുണമുണ്ടാവും. നമുക്ക് നാളെ അതാണ് വിഷയം. നാളെ മറ്റന്നാളും അതന്നെ വിഷയം. നാളെ അത് പറഞ്ഞാൽ ഒരു തീരില്ല. അതുകൊണ്ട് നാളെയും മറ്റന്നാളും തന്നെ പറയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ്. പരിശുദ്ധമായ താഴ്വരാണ് ആ സീനായ് കുന്നിനെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ട്? സീനായ് കുന്ന് വളരെ പ്രധാനപ്പെട്ട അമ്പിയാക്കന്മാർ മുഴുവനും ആടിനെ മേച്ചിട്ടുള്ള മണ്ണാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ മിസ്റിനെ കുറിച്ച്, മിസ്ർ ലോകത്തെ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മണ്ണാകുന്നു. വഖറാബുൽ ബസ്റതി മിനൽ ഇറാഖ്. ബസ്റക്ക് നാശം വരിക ഇറാഖിലൂടെയാണ്. വഖറാബുൽ ബസ്റതി മിനൽ കഹ്തി. ശ്രദ്ധിക്കണം. വഖറാബുൽ ബസ്റതി മിനൽ കഹ്തി. ബസ്രയിലെ സംസ്കാരം തകരുക എന്നത് ഭക്ഷ്യക്ഷാമം കൊണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹില്യത്തിൽ അബൂ നുഐം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ റൗളത്തുൽ മുഷ്താഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. നോക്കൂ,
ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉനൈസ് ഇന്നൽ മുസ്ലിമീന യതമസ്സറൂന ബഅദി അംസ്വാറൻ മുസ്ലിമീങ്ങൾ എനിക്ക് ശേഷം ഒരുപാട് പട്ടണങ്ങൾ ഉണ്ടാക്കും ബിമാ യുമസ്റൂന മിസ്റ യുഖാലു ലഹുൽ ബസ്റ അവരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരിക്കും ബസ്റ എപ്പോഴും ആ ബസ്റ എന്ന നാടിനെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. ബസ്റയിൽ ഏറ്റവും വലിയ ഭൂമി കുലുക്കമുണ്ടാകുമെന്ന് മുഹമ്മദ് നബി. ബസ്റയിൽ വലിയ ഭൂമി കുലുക്കമുണ്ടാകും. മാത്രമല്ല അവിടെ ആളുകളെ കോലം മറിയിക്കുന്ന അവസ്ഥ ഉണ്ടാകും. എടുത്തെറിയുന്ന സാഹചര്യം, ഒന്നിരിക്കൽ കാറ്റ് കൊണ്ട് എടുത്തെറിയപ്പെടുക, അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു വസ്തുക്കൾ അവരെ മേൽ ഇങ്ങോട്ടെറിയ, അതൊക്കെ ഉണ്ടാവുന്നതാണ്. ശ്രദ്ധിക്കണം. നോക്കൂ, അതെന്നാണ് ഉണ്ടാവുക? ശ്രദ്ധിക്കണേ. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ശ്രദ്ധിക്കണേ. ബസ്റയിൽ എന്നാണ് അത് ഉണ്ടാവുക എന്നതിന്റെ അടയാളം, ആ കാലത്തിന്റെ അടയാളം മുസ്ലിമീങ്ങൾക്കിടയിലും മുസ്ലിം നേതാക്കൾക്കിടയിലും നീതി എടുത്തു പോകലാണ്. ഒന്ന്. പിന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ തമ്മിൽ അക്രമം വർദ്ധിക്കും. അക്കാലത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യഭിചാരം വർദ്ധിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം സഹോദരനെതിരെ ഒരാൾ അല്പം നാണയത്തുട്ടുകൾക്ക് വേണ്ടി കള്ളസാക്ഷി പറയും. അങ്ങനത്തെ കാലഘട്ടമായിരിക്കും അത് അധികരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഒക്കെ ചിന്തിച്ചോളൂ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യഭിചാരത്തിന് വശംവദരായ പ്രദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റു പല നാടുകളിലും ഉണ്ടാകാം, പാശ്ചാത്യ ശക്തികളൊക്കെ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു നാശത്തിൽ മുസ്ലിമീങ്ങൾ ഇന്ന് അകപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറയുക, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണത്. എന്നല്ല, ലോകത്തിൻ്റെ പല നാടുകളിലും ബ്ലൂ ഫിലിം പ്രചരിച്ചത് തന്നെ ഗൾഫ് വഴിയാണ് എന്നതാണ് ആധുനിക ചരിത്രം. ഞാൻ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ പറയല്ലാതെ നിർവാഹമില്ല. അങ്ങനെയാണ് ബ്ലൂ ഫിലിം ലോകത്താകെ വ്യാപിപ്പിച്ചിട്ടുള്ളത്. മധ്യേഷ്യയിൽ നിന്ന്, ഈ അറബ് ലോകത്തിൽ നിന്നാണ് അതിൻ്റെ കൊള്ളൽ കൊടുക്കൽ. അതിൻ്റെ സത്യത്തിൽ രചയിതാക്കൾ അവരല്ല, ക്രിസ്ത്യാനികളാണ്, പടിഞ്ഞാറുകാർ അവരെ നശിപ്പിച്ചു. രണ്ട് കാര്യം ഉണ്ടായാൽ പിന്നെ മുസ്ലിം നിലനിൽക്കാൻ കഴിയില്ല. രണ്ട് ശുദ്ധി നഷ്ടപ്പെട്ടാൽ. ഏതാ രണ്ട് ശുദ്ധി? ഒന്ന് സാമ്പത്തിക ശുദ്ധി, ഒന്ന് ലൈംഗിക ശുദ്ധി. അത് രണ്ടും തകർന്നാൽ പിന്നെ മുസ്ലിം സൊസൈറ്റിക്ക് നിലനിൽക്കാൻ കഴിയില്ല. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ ലഹറ ഫീ ഖൗമിൻ സിനാ വൽറിബ, ഇദാ ലഹറ ഫീ ഖൗമിൻ സിനാ വൽറിബ. ഒരു സമൂഹത്തിൽ ലൈംഗിക ശുദ്ധിയുടെ നട്ടവും സാമ്പത്തിക ശുദ്ധിയുടെ നട്ടവും ഉണ്ടായാൽ അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബഹു, അല്ലാഹു അവന്റെ ബറക്കത്ത് എടുത്ത് കളയുകയും എപ്പോഴും അവരെയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഒരു കാരണമുണ്ട്. ഈ ഹദീസിന് മറ്റൊരു വിശദീകരണം. അൻ അബീ ഉസ്മാന അൻ മുആദ് ബിൻ ജബൽ ഇന്നകും ഉബ്തുലിയതും ബിഫിത്നത്തിൽ ളറാ. ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ക്ഷാമത്തിന്റെ കാലഘട്ടമാണിത്. ഈ വ്യഭിചാരവും നാശങ്ങളൊക്കെ വരാനൊരു കാരണമുണ്ട്. ആ കാരണം പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഫസബർത്തും, നിങ്ങൾക്കൊരു വിഷമകരമായ സമയം, ഭക്ഷണം ഇല്ലാത്തൊരു വിഷമകരമായ കാലാണ് ഇന്ന്. ഇനി ഇനി ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്ക് വരും. ക്ഷേമത്തിന്റെ പരീക്ഷണം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവും. ആ ക്ഷേമത്തിന്റെ പരീക്ഷണങ്ങൾ അവർക്ക് വരുമ്പോഴാണ്, ക്ഷേമം കൂടുമ്പോഴാണ് ശത്രുക്കളെ മുഴുവനും അവര് സ്വീകരിക്കുക. പിന്നെ ശത്രുക്കൾ വഴി അവർക്ക് ക്ഷാമം ഉണ്ടാവും. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം കേട്ടോ. ആദ്യം സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ക്ഷാമമായിരുന്നു. ക്ഷാമത്തിന്റെ പരീക്ഷണത്തിൽ ക്ഷമിച്ചു. പിന്നെ ക്ഷേമത്തിന്റെ പരീക്ഷണം വരും. ക്ഷേമത്തിന്റെ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലുള്ള ശത്രുക്കളെ മുഴുവനും സ്വീകരിക്കും. പിന്നെ ശത്രുക്കൾ വഴി ക്ഷാമം ഉണ്ടാവും. ഇതന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷേമത്തിന്റെ പരീക്ഷണം എന്താണെന്ന് ഒരിക്കൽ ഞങ്ങൾ ഹബീബായ നബിയോട് ചോദിച്ചു. ഖാല, മുസ്തഫ നബി പറഞ്ഞു, ഇദാ ലബിസത്തിൻ നിസാഉ അസബൽ യമനി വശാം.
ഷാമിലെയും യമനിലെയും മേത്തരം ചന്തയിലെ വസ്ത്രങ്ങൾ മാത്രമേ മുസ്ലിം പെണ്ണുങ്ങൾ ഉടുക്കുക എന്ന് വാശി പിടിക്കുക. മനസ്സിലാവുണ്ടോ എന്നൊക്കെ പറഞ്ഞത്? അതൊരു ഉദാഹരണമാണ്. അതായത് മേത്തരം വസ്ത്രങ്ങളിലും അലങ്കാരങ്ങളിലും സുഖലോലുപതയിലും ഒക്കെ ഈ ലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച ജനത അതിനു വേണ്ടി ഒരുങ്ങുക. പിന്നെയോ പെണ്ണുങ്ങൾ ധനം ആഗ്രഹിച്ച് നടക്കുക, ധനവാന്മാരെ ഇഷ്ടപ്പെടുക. മനസ്സിലാക്കണം, ഫക്കീറായ ഭർത്താവിന് വരെ കഴിയാത്ത കാര്യം അയാളോട് നിർബന്ധിക്കുക, ആവശ്യമില്ലാത്ത സാധനം നിർബന്ധിക്കുക. ഒരു പെണ്ണിനെ കിട്ടിയാൽ അതോടുകൂടെ കുടുങ്ങി. ഈ ആഴ്ച എനിക്ക് പ്രശ്നം ഉണ്ടാവും തോന്നുന്നു, ഇത് ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഇത് പറയല്ലാതെ നിർവാഹല്ലേ, ഹദീസല്ലേ പറയണ്ടേ. ഇതാണ് സത്യത്തിൽ നോക്കൂ നിങ്ങൾ, ഈ സുഖലോലുപതയാണ്. അങ്ങനെയാണ് എന്നോട് ഒരിക്കൽ ഒരു ടീച്ചർ, ഒരു വയസ്സായ ടീച്ചർ കുവൈത്തിൽ പോയപ്പോൾ കുവൈത്തി പെണ്ണുങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുത്ത ഒരു കാര്യം അവരെന്നോട് പറഞ്ഞു. എൻ്റെ ഉസ്താദെ പറയേണ്ട, ഉടുപുട അഴിച്ചിട്ടിട്ടില്ല എന്നേ ഉള്ളൂ, പെണ്ണുങ്ങൾ കിടന്ന് തുള്ള തന്നെ. ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ്, അള്ളാഹുവേ പഠിച്ചവനെ കാത്തി രക്ഷിക്കുമാറാകട്ടെ, ഇത് തന്നെ അവരെ ഉടുപുട അവർ വസ്ത്രം കണ്ട്. പക്ഷേ ഈ പെണ്ണുങ്ങളെ കല്യാണത്തിൽ 1-2 അറബി കല്യാണങ്ങളിൽ പങ്കെടുത്തു, ഉടുപുട അടിച്ചിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ആ അവസ്ഥയാണ്, നാണം വന്നു പോവുകയാണ്. ഇസ്ലാം ഉദയം കൊണ്ട നാടുകളിലെ പെണ്ണുങ്ങളെ രീതിയിൽ മലയാളി പെണ്ണിന് പോലും നാണം തോന്നിയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ആ അവസ്ഥകൾ വരും. അതെന്നെ പറയുന്നത്. പാവപ്പെട്ട ഭർത്താവാണെങ്കിൽ പോലും ആ ഭർത്താവിനെ പെണ്ണുങ്ങൾ നിർബന്ധിക്കുക. അയാൾക്ക് കഴിയാത്ത കാര്യം അയാളോട് നിർബന്ധിക്കുക. അഥവാ ഒരു സുഖലോലുപതയുടെ ഒരു രീതി സമൂഹത്തിൽ വളർന്നു വരിക. അതാണ് മുസ്ലിമീങ്ങളുടെ രീതി ആവുക. അതാണ് നേരെ മറിച്ച് ഹബീബായ റസൂലുള്ളാഹ്, ഇത് പറയുമ്പോ പറയാ, ഹബീബായ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അനായിഷത റളിയല്ലാഹു അൻഹാ കുന്ന ആല മുഹമ്മദ് നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഐനി ഫി അബിയാതി റസൂലില്ലാഹി മാ നസ്തൗഖിദു നാറാ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, 2 മാസമൊന്നും ഞങ്ങൾ അടുപ്പിൽ തീ പുകക്കാറില്ല. സ്വഹീഹുൽ ബുഖാരി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. സ്വഹീഹുൽ ബുഖാരി 2 മാസം ഞങ്ങളെ വീട്ടിൽ അടുപ്പ് കത്തിക്കൂല. എന്റെ കത്തിച്ച് വേവിക്കാവുന്ന സാധനമൊന്നും. ആരെ വീട്ടിന്റെ കാര്യ പറയുന്നത്? മുഹമ്മദ് നബി വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ നായകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പറയാണ്, ആയിഷ ബീവി പറഞ്ഞ ബുഖാരി രേഖപ്പെടുത്തിയ, സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ, നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാൽ. 1 മാസം കാണും, ഒരു ചന്ദ്രക്കല കാണും, എന്നിട്ട് ഒരു മാസത്തിലേക്ക് കയറും. പിന്നെ ഒരു ചന്ദ്രക്കല കാണുമ്പോഴത്തിന് ആ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലേക്ക് കയറി, പിന്നെ ഒരു ചന്ദ്രക്കല ഷഹ്റൈനി മുതതാബിഐൻ, അപ്പോഴത്തിന് 2 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ വഫി അബിയാത്തി റസൂലില്ലാഹി തീയത്ത് ചൂടാക്കുന്ന ഒരു വസ്തു ഉണ്ടാവുകയില്ല. ഞങ്ങൾ തീ കത്തിക്കൂല അടുപ്പിൽ. 2 മാസം തുടരെ അടുപ്പിൽ തീ ഉണ്ടാക്കൂല. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ മകനാണ്, ആയിഷ ബീവിയുടെ ജേഷ്ഠത്തിയുടെ മകൻ. ഈ വാർത്ത കേട്ടപ്പോൾ ആയിഷ ബീവിയോട് വേദനയോട് ചോദിച്ചു, ആ ദിവസങ്ങളിൽ പിന്നെ എങ്ങനെ നിങ്ങൾ ജീവിച്ചിരുന്നത്? ആയിഷ ബീവി പറഞ്ഞു, ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറച്ച് കാരക്ക കിട്ടും, അത് കഴിക്കും. പിന്നെ വെള്ളവും കുടിക്കും, ചോലയിലെ വെള്ളവും കാരക്കയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ചിന്തിക്കണം, ആ കാലഘട്ടത്തിൽ നിന്ന് സുഖലോലുപതയിലേക്ക് നീങ്ങുമ്പോൾ ശത്രുവിനെ സ്വീകരിക്കും. പിന്നെ ആ ശത്രു വഴി വലിയ നാശങ്ങൾ വരും എന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല, ചില ഹദീസ് നമ്മൾ പറയാം. യസീർ ഇബ്നു ജാബിർ ഖാല ഇബ്നു മസ്ഊദ് ശാം ഭാഗത്തേക്ക് ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, അദുൻ യജ്തമിഊന ലിൽ ഇസ്ലാം. ശാം ഭാഗത്ത് ശത്രുക്കൾ ഒരുമിച്ച് കൂടും. വയജ്മഅലുഹും അഹ്ലുൽ ഇസ്ലാം, അവർക്കെതിരെ മുസ്ലിമീങ്ങളും ഒരുമിച്ച് കൂടും.
എന്ന്. ഇത് കേട്ടപ്പോൾ ഇബ്നു മസ്ഊദിനോട് ഞാൻ ചോദിച്ചു, റോമികളെ കുറിച്ചാണോ പാശ്ചാത്യരെ കുറിച്ചാണോ പറയുന്നത്? അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതേ പാശ്ചാത്യർ ഷാമിൽ വന്ന് ഒരുമിച്ച് കൂടുകയും മുസ്ലിം ഉമ്മത്തിനെതിരെ വലിയ സംഘം കെട്ടി വരികയും ചെയ്യുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം, വേറെ ഒരു ഹദീസ് അൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം, ശ്രദ്ധിക്കണേ, സ്വഹീഹ് മുസ്ലിം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار اللهم إنك عفو تحب العفو فاعف عني اللهم تكون فتنة ഫിത്നയാകെ അറബ് ലോകത്തെ പൊട്ടിപ്പുറപ്പെടും. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹുൽ ബുഖാരി ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലതു. അറബ് ലോകത്തെ ഒരു വീട് പോലും അതിൽ നിന്ന് ഒഴിവാവുകയുമില്ല. സ്വഹീഹുൽ ബുഖാരി, ശ്രദ്ധിക്കണേ, ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലതുഹു. ഒരു വീട് പോലും ഒഴിവാവുകയില്ല, എല്ലാ വീട്ടിലും ഈ നാശം വന്ന് കയറുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തകൂനു ഫിത്ന, ഒരു ഫിത്നയുണ്ടാകും. ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലതു. എല്ലാ വീട്ടിലും അന്ന് വന്ന് കയറുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ثم هدنة تكون بينكم وبين بني الأصفر. പിന്നീട് നിങ്ങളും പാശ്ചാത്യരും തമ്മിൽ സന്ധിയാകുന്നതാണ്. പക്ഷേ ഫയഗ്ദുറൂന, പാശ്ചാത്യർ നിങ്ങളുമായി ചില മുസ്ലിം രാജ്യങ്ങൾ പാശ്ചാത്യരോട് സന്ധി പിടിക്കും. എന്നാൽ ഫയഗ്ദുറൂന, പാശ്ചാത്യ ശക്തികൾ മുസ്ലിം രാജ്യങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സന്ധിയാവും, ഒരു പ്രശ്നം വരെ പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ മുസ്ലിം രാജ്യങ്ങളൊക്കെ പാശ്ചാത്യ ശക്തികളുമായി ഒരു സന്ധിക്ക് പോകും, സന്ധിയാവും. പക്ഷേ പാശ്ചാത്യർ മുസ്ലിമീങ്ങളെ ചതിക്കുകയും ചെയ്യും എന്ന്. മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങാടികളായിരുന്നു അമാക്കലും ദാബിഖലുമെല്ലാം ശത്രു റോമികളുടെ പടകൾ, പട്ടാളക്കൂട്ടങ്ങൾ വന്നിറങ്ങുന്നത് ഞാൻ കാണുന്നുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് വളരെ വലിയ നാശങ്ങൾ ഉണ്ടാവും. ഒന്ന് രണ്ട് വിഷയങ്ങളും കൂടി പറയാ, എന്നിട്ട് നമ്മൾക്ക് ആ സാഹചര്യത്തെ ഞാനൊന്ന് അങ്ങോട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസുകൾ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. പാശ്ചാത്യ രാജ്യത്ത് എവിടെയെങ്കിലുമുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ഒന്നിരിക്കൽ ഭീകരവാദികൾ മറ്റേതെങ്കിലും പേര് പറഞ്ഞിട്ട് അവിടെ പാശ്ചാത്യർ വേട്ടയാടുന്നതാണ്. ശ്രദ്ധിക്കണം, ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണം. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളെ അവർ വേട്ടയാടും. ഫയഖ്തുലൂനഹും, എന്നിട്ട് പാശ്ചാത്യ രാജ്യത്തെ എല്ലാ മുസ്ലിമീങ്ങളെയും അവർ തെരഞ്ഞു പിടിച്ചു കൊല്ലും. നോക്കൂ, പിന്നെയോ അങ്ങനെ പാശ്ചാത്യ രാജ്യത്ത് ശേഷിക്കുകയില്ല അറബിയുൻ വലാ അറബിയത്തുൻ, ഒരു അറബിയായ ആണോ പെണ്ണോ ശേഷിക്കുകയില്ല. വലാ വലദു അറബിയിൻ, ഒരു അറബിയുടെ കുട്ടിയോ ശേഷിക്കുകയില്ല. ഇല്ലാ ഖുതില, കൊല ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നുഅയ്മ ഇബ്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് അൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യൂശികു അല്ലാ യബ്ഖാ ഫീ അർളിൽ അജമി മിനൽ അറബി ഇല്ലാ ഖതീലുൻ ഔ അസീറുൻ. പാശ്ചാത്യ രാജ്യത്ത് ഒന്നിരിക്കൽ കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കപ്പെടുകയോ ചെയ്യുന്നതാണ്. അങ്ങോട്ടുള്ള സാഹചര്യം ഏകദേശം ഇന്നിങ്ങനെ
നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഏകദേശം മുസ്ലിമീങ്ങളെ ഒരു താടി വെച്ചവരെയൊക്കെ മുഴുവനും പിടിച്ചുകൊണ്ടിട്ട് ജയിലിലടക്കുന്ന സാഹചര്യം. അതിങ്ങനെ കൂടിയിട്ട് റോമിൽ ബാക്കിയാവുകയില്ല മിനൽ അറബി ഇല്ലാ ഖതീലുൻ ഔ അസീറുൻ, ഒന്നിരിക്കൽ കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ ബന്ധനാസ്ഥനാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം വിശദീകരിക്കുന്നില്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിലേക്ക് വരാം. രണ്ട് വിഷയങ്ങൾ അതിപ്രധാനപ്പെട്ടത് പറയാനുണ്ട്. ഒന്ന്, അറബ് ലോകത്തെ, മുസ്ലിം ലോകത്തെ പാശ്ചാത്യ ശക്തികളുടെ വലിയ വിളയാട്ടങ്ങൾ ഉണ്ടാകും. എനിക്ക് ശേഷം 4 കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനമായി 4 കുഴപ്പമുണ്ടാവും. ഒന്നാമത്തെ കുഴപ്പത്തിൽ രക്തച്ചൊലിച്ചിലാണ് കാര്യമായി നടക്കുക. രണ്ടാമത്തെ കുഴപ്പത്തിൽ രക്തച്ചൊലിച്ചിലുമുണ്ടാകും, ധനനഷ്ടവും ഉണ്ടാകും മുസ്ലിമീങ്ങൾക്ക്. മൂന്നാമത്തെ കുഴപ്പത്തിലാകട്ടെ രക്തച്ചൊരിച്ചിലുണ്ടാകും, ധനനഷ്ടമുണ്ടാകും, സ്ത്രീകൾക്ക് മാനഭംഗവും ഉണ്ടാവും. 3 കാര്യം ഉണ്ടാവും. നാലാമത്തെ കുഴപ്പമെന്ന് പറയുന്നത് ചെവി അടച്ചതും കണ്ണ് കാണാത്തതുമായ യുദ്ധമാകുന്നു. സമുദ്രത്തിൽ തിരമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നത് പോലെ മുസ്ലിം ലോകത്തെ ഒരു തരം അരക്ഷിതാവസ്ഥ അനവധി കാലഘട്ടം നിലനിൽക്കുമെന്ന് മുഹമ്മദ് നബി. ലാ യജിദു അഹദും മിനന്നാസി മൽജഉൻ തുതീഫു ബിശ്ശാം. അന്ന് എവിടെയും ഒരാൾക്ക് അഭയമുണ്ടാവുകയില്ല. സ്വന്തം വീട്ടിൽ പോലും, സ്വന്തം പിറന്ന മണ്ണിൽ പോലും മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് നബി. അത് ഷാമിൽ കിടന്ന് കറങ്ങും. അത് ഇറാഖിനെ മൂടുകയും ചെയ്യും. അറബ് ഭൂഖണ്ഡം മുഴുവനും അത് ഇളക്കി മറിക്കും. ഒന്ന് നിർത്തുക എന്ന് പറയാൻ ഒരാൾ പോലും അന്ന് മുസ്ലിമീങ്ങളിൽ ഉണ്ടാവുകയില്ല. ഒരു ഭാഗത്ത് ആ കുഴപ്പമില്ലാതാവുമ്പോഴത്തിന് അടുത്ത ഭാഗത്തേക്ക് കുഴപ്പം തുടങ്ങുന്നതാണ്. ഈ കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല. എല്ലാ ദിവസങ്ങളിലും കടലിൽ മുങ്ങാൻ പോകുന്നവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ അല്ലാതെ രക്ഷപ്പെടുകയില്ല മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരിക്കും മുസ്ലിമീങ്ങൾ അവസാനം വരിക. ഇമാം മഹദിക്ക് മുമ്പ് റളിയല്ലാഹു അൻഹു. അന്ന് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? അന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരാൾക്ക് കടലിൽ മുങ്ങിപ്പോകുന്നവൻ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കണം. അപ്പൊ രാവും പകലും ദ്വാരക്കണം, അല്ലാഹുവേ എനിക്ക് കുഴപ്പമുണ്ടാവരുത് എന്ന് എപ്പോഴും വളരെ ചിന്തിക്കണം. അപ്പൊ കൂടിയിരുന്ന ഈ പ്രാർത്ഥനാ സദസ്സുകൾക്കൊക്കെ വലിയ വില ഉണ്ട് തന്നെയാണ് ഇനി നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മനസ്സിലാവേണ്ട ഓരോ ഒറ്റയായും കൂട്ടായും മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം. സമുദ്രത്തിൽ മുങ്ങിപ്പോകാൻ പോകുന്ന ആള് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കേണ്ടി വന്നാൽ മാത്രമേ ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ആ നിലക്കുള്ള നാശങ്ങൾ ഉണ്ടാകും പാശ്ചാത്യരെ കൊണ്ട് മുഹമ്മദ് നബി. ഒരു കാര്യം കൂടി പറയട്ടെ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്കാണ് കയറാം. ഒരു കാര്യം കൂടി പറയട്ടെ, നൂറ്റാണ്ടുകളോളം ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകളോളം മുസ്ലിം ഉമ്മത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഒരു സമൂഹം മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായി മാറും. അതിലേക്കുള്ള രംഗമാണ് ഇന്ന് ഏകദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഏതാണ് ആ വിഭാഗം? നൂറ്റാണ്ടുകളോളം മുസ്ലിം ലോകത്തിൻ്റെ ചുക്കാൻ പിടിച്ചവർ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറും. അവർ പിന്നെ ശത്രുക്കൾ തന്നെയായി മാറും. പിന്നെ അവർ യോജിക്കുകയില്ല, ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി മാറും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് അതിപ്രധാനമായ മറ്റൊരു വിഷയം. പാശ്ചാത്യർ നമുക്കെതിരെ തിരിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅ ഹത്താ തുഖാതിലു തുർക്ക. തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി.
ഇത് ഞാൻ പറയുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വിശ്വാസികളെ? ഒരു കാലത്ത് ഈ ഹദീസിലൊക്കെ അത്ഭുതം തോന്നിയേക്കാം. എന്തുകൊണ്ട്? ഒരു കാലത്ത് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ രക്ഷകരായിരുന്നു തുർക്കികളെ. കഅബാലയം നൂറ്റാണ്ടുകളോളം കഅബ, ഒട്ടോമൻ തുർക്കികളൊക്കെ എത്രയും വലിയ സംസ്കാരത്തിന്റെ ആളുകളല്ലേ, ഉസ്മാൻലി തുർക്കികളൊക്കെ എന്നൊക്കെ പറയുന്നത്. ഒരു കാലത്ത് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ രക്ഷകരായിരുന്നു തുർക്കികൾ. ആ കാലത്ത് ഈ ഹദീസൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യന്മാർക്ക് ശങ്ക തോന്നിയേക്കാം. വിശ്വാസം കൊണ്ടായിരിക്കും അവർ അംഗീകരിച്ചത്. ഈ സാഹചര്യങ്ങളിലേക്ക് അടുത്ത് തുടങ്ങി. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി. ലോക മാധ്യമങ്ങൾ കൊണ്ടുവന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ആയത്ത് നിരോധിക്കാൻ തുർക്കി സർക്കാർ ആലോചിക്കുന്നുണ്ട്. മനസ്സിലാവണില്ല നിങ്ങൾ കേട്ടോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണ് എന്നുള്ള സന്ദേശം നിരോധിക്കണമെന്ന കാര്യം തുർക്കി സർക്കാർ. അതിനൊക്കെ കാരണമാകട്ടെ മുസ്തഫ അതാതുർക്കാണ്. അയാളാണ് ഈ കുഴപ്പങ്ങളൊക്കെ കൊണ്ടുവന്നത്. മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ നാശങ്ങൾ കൊണ്ടുവന്നത്, തുർക്കികളെ നശിപ്പിച്ചത് മുസ്തഫ അതാതുർക്കാണ്. അയാളാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുതുബ പരിഭാഷ കൊണ്ടുവന്ന കള്ളൻ. അതും അയാളാണ്. ഒക്കെ അയാളാണ്. ഒന്നും വിചാരിക്കരുത്, പറയല്ലാതെ നിർവാഹമില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുതുബ പരിഭാഷ കൊണ്ടുവന്നവൻ, തുർക്കിയെ നശിപ്പിച്ചവനാണ്. തുർക്കിയെ നശിപ്പിച്ചത് മുസ്തഫ കമാൽ അതാതുർക്കാണ്. വലിയ കള്ളനായിരുന്നു അയാൾ. അതിൻ്റെ മുമ്പ് ലോക ചരിത്രത്തിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഉണ്ടായിട്ടില്ല എന്ന് ലോകം അംഗീകരിക്കുന്ന സത്യമാണ്. ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ലോകത്താദ്യമായി ആരംഭിച്ചത് തുർക്കിയെ മാറ്റിമറിച്ച മുസ്തഫ കമാൽ അതാതുർക്കാണ്. അയാളാണ് ആധുനിക തുർക്കിയുടെ ശില്പി എന്ന് ഇന്ന് ചില ആളുകൾ പറയുന്നത്. അയാൾ വഴിയാണ് തുർക്കി നാശമായത്. തുർക്കിയിൽ ഇസ്ലാമിക സർക്കാരിന്റെ പതനമുണ്ടായി. പിന്നെ ഒരുതരം ജനാധിപത്യം വന്നു. ഇന്ന് ആ ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറാനല്ല, ഏകദേശം അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ മുസ്ലിം ഇബ്നു അബീ ബക്രത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു നാസു മിൻ ഉമ്മത്തി ബിൽ ബസറ ഇൻദ നഹരിൻ യുഖാലു ദുജ്ല. ടൈഗ്രീസ് നദിയുടെ അരികിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടും. യകൂനു അലൈഹി ജിസ്റുൻ യകൂനു അഹ്ലുഹാ വതകൂനു മിൻ അംസാരിൽ മുഹാജിറൂൻ. പല നാടുകളിൽ നിന്നും ടൈഗ്രീസ് നദിയുടെ തീരത്തേക്ക് മുസ്ലിം അഭയാർത്ഥികൾ വരും. അന്ത്യനാളായി കഴിഞ്ഞാൽ മുഖം തടിച്ചവരും കണ്ണ് കുറിയവരുമായ ഒരു വിഭാഗം ആളുകൾ വരും. ടൈഗ്രീസ് നദിയുടെ തീരത്ത് അവർ താവളമടിക്കുകയും അവർ മുസ്ലിമീങ്ങൾക്കെതിരെ കോപ്പുകൂട്ടുകയും ചെയ്യും. മുഖം തടിച്ചവരും കണ്ണ് കുറിയവരും എന്നോട് ഉദ്ദേശിക്കുന്നത് തുർക്കികളെയാണ്. ഞാൻ വിശദീകരിക്കണില്ല. അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മുഖം തടിച്ചവരും കണ്ണ് കുറിയവരും എന്ന് പറയുന്നുണ്ട്. തുർക്കി തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുസ്ലിമിന്റെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ലാ തഖൂമു സഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ തുഖാതിലു തുർക സിഗാറൽ അയുനി. കണ്ണ് കുറിയവരായ തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കണില്ല. മുസ്ലിമിൽ ഒരുപാട് ഹദീസുണ്ട്. അവസാനമായി ഈ പാശ്ചാത്യരെ വഴി പിടിച്ചിട്ട് ഇനി ഇറാഖിലേക്ക് കയറി വരുന്ന ആളുകൾ തുർക്കികളാണ്. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു ഉമറ ഖാല യൂഷികു ബനൂ ഖൻതുറാ അൻ യുഖ്രിജു അഹ്ലൽ ഇറാഖി മിൻ അർളിഹിം. ഇറാഖി ഭരണകൂടത്തെയും ഇറാഖികളെയും ഈ തുർക്കികൾ അടിപ്പെടുത്തുകയും ഇറാഖികളെ ഇറാഖിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്യും എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. عن أبي بريرة عن أبيه قال قال رسول الله إن أمتي يسوقها قوم عراض الوجوه. മുഖം തടിച്ചവരായ ഒരു വിഭാഗം ആളുകൾ എന്റെ സമുദായത്തെ തൊളിച്ചു നടക്കും, വേട്ടയാടും. സിഗാറുൽ അയുനി, കണ്ണ് കുറിയവരായ തുർക്കു, അവർ തുർക്കികളാണ്.
വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയർബുതുന്ന ഖുയൂലഹും അലാ സവാരിൽ മസ്ജിദി, ഇറാഖിലെ പള്ളിയുടെ തൂണുകളിൽ വരെ അവർ കുതിരകളെ കെട്ടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ അതോ ഉറങ്ങുന്നുണ്ടോ? ഞാനിത് 2 ദിവസം പറയാനുള്ള വിഷയമുണ്ട്, ഞാൻ അങ്ങോട്ട് ചുരുക്കാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? ലയർബുതുന്ന ഖുയൂലഹും അലാ സിവാരിൽ മസ്ജിദി, ഇറാഖിലെ പള്ളികളിൽ നിന്ന് ഇറാഖിലെ അവർ കടന്നു കയറുകയും യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരങ്ങളിൽ താവളമടിക്കുകയും മുസ്ലിമീങ്ങളുടെ മേൽ രംഗത്ത് വരികയും ഇറാഖികളെ പുറത്താക്കുകയും ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലയർബുതുന്ന ഖുയൂലഹും അലാ സിവാരിൽ മസ്ജിദി, പള്ളിയുടെ തൂങ്കാലിൽ വരെ കൊണ്ടുപോയിട്ട് അവര് കുതിരകളെ കിട്ടും. കാരണം അവർക്ക് പള്ളിയോട് ബഹുമാനമൊന്നും ഉണ്ടാവില്ല. വളരെ ചിന്തിക്കണം. അങ്ങനെയാണ്. ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ ഗൾഫിലുണ്ട് തുർക്കികളായ ജോലിക്കാര്, ബാങ്ക് കൊടുത്താൽ നേരെ റൂമിലേക്ക് പോകുന്ന ഒരു കൗമ കൂടുതലുള്ളത് തുർക്കികളാണ്. ബാങ്ക് കൊടുത്താൽ പിന്നെ നേരെ വളരെ അപൂർവമാണ് ഒരു തുർക്കിയൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരിക. അപൂർവം. എത്രയോ പള്ളി പൂട്ടിയിട്ട പള്ളി തുർക്കിയിലുണ്ട്. എന്നാലോ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പള്ളി തുർക്കിയിലെ മസ്ജിദ് ഇസ്താംബൂളാണ്. ലോകത്തെ ഏറ്റവും വലിയ പള്ളി മസ്ജിദ് ഇസ്താംബൂളാണ്. ഹറം കഴിഞ്ഞാൽ ലോകത്തെ അതിപ്രധാനം വിശാലതയിൽ ഒന്നാം പ്രാധാന്യമുള്ള പള്ളി മസ്ജിദ് ഇസ്താൻബൂളിലെ പള്ളിയാണ്. നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ വലിയ കുഴപ്പങ്ങളും നാശങ്ങളൊക്കെ അവർ കൊണ്ടുവരും എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ഞാനൊരു വിഷയത്തിലേക്ക് കിടക്കുന്ന കൂടി അവിടെ നിൽക്കും. 1 മിനിറ്റ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിനോടനുബന്ധിച്ചൊരു നാശം കൂടി ഉണ്ടാവും. ഇപ്പൊ 2 കാര്യം നമ്മൾ പറഞ്ഞു. പാശ്ചാത്യ മുസ്ലിമീങ്ങളെ അടിപ്പെടുത്തുക. 2ാമത്തെ കാര്യം, തുർക്കികൾ മുസ്ലിമീന്മേൽ കടന്നു കയറുകയും ഷാമിനെയും ഇറാഖിനെയും ഒക്കെ തുർക്കികൾ അടിപ്പെടുത്തുക. ഇങ്ങനെ സ്വന്തം മതത്തിൽ നിന്നും പുറത്തിൽ നിന്നും ഒരു തരം നാശം മുസ്ലിം സമൂഹത്തെ ബാധിക്കുക.